എല്ലാവർക്കും നമസ്കാരം. ഹ്യൂമനിസം 2024 ഭാഗമായി നടത്തുന്ന ശാസ്ത്ര സ്വതന്ത്ര ചിന്ത സെമിനാറിൻ്റെ ഭാഗമായുള്ള പാനൽ ഡിസ്കഷനിലേക്ക് ഏവർക്കും ഒന്നുകൂടെ സ്വാഗതം. വളരെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും നമ്മൾ എല്ലാ ദിവസങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലിംഗസമത്വം എന്നത്. ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങളിലൂടെയും മറ്റ് മീഡിയകളിലൂടെയും നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നത് ചർച്ചാ വിഷയമാകുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിലും നമ്മൾ കടന്നു വരുന്ന ഒരു വിഷയമാണ് ലിംഗസമത്വം എന്നത്. അതിനു മുമ്പേ മനുഷ്യാവകാശം എന്നൊരു സംഭവമുണ്ട്. എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമാണ് ഈ ലോകത്തുള്ളത്. എന്നാൽ പല ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ, മതം, ജാതി, ലിംഗം മുതലായതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിവേചനത്തിൻ്റെ പല വഴികളിലേക്കും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിംഗവിവേചനം എന്ന രീതിയിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിലായാലും 5ാമത്തെ ഗോൾ എന്ന രീതിയിൽ ജെൻഡർ ഇക്വാലിറ്റി എന്ന രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ 2030 നമുക്ക് ലിംഗസമത്വം ഉറപ്പുവരുത്തുക എന്നൊരു ഗോളിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴും അതിൻ്റെ ഒരു സ്ഥാനം ഈ ഒരു 2024 നമ്മൾ നിൽക്കുമ്പോൾ എവിടെയാണ് എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കുറച്ച് മുന്നേ നടന്ന ചർച്ചയിലൂടെ തന്നെ നമ്മൾ കേട്ടതാണ് സ്ത്രീകൾ മനുഷ്യരല്ല, അല്ലെ സ്ത്രീകളെ മനുഷ്യരായി കണ്ടിട്ടില്ല എന്ന്. സ്ത്രീ എന്ന ഒരു ലിംഗത്തെ മാത്രമല്ല, മറ്റ് പല ലിംഗവിഭാഗങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആ രീതിയിലേക്കുള്ള ഒരു ചർച്ചയാണ്, പാനൽ ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ലിംഗസമത്വം പുരുഷാധിപത്യ സമൂഹത്തിൽ ചർച്ചയിലേക്ക് ഒന്നുകൂടെ ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു രീതിയാണ് പല നമ്മുടെ റെസ്യൂം തയ്യാറാക്കുമ്പോഴായാലും അല്ലാതെയുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും സെക്സ്/ജെൻഡർ എന്ന് എഴുതി കാണാം. ഈ സെക്സും ജെൻഡറും യഥാർത്ഥത്തിൽ ഒന്നാണോ? അല്ലെങ്കിൽ ഇത് ഇതിനെ നമ്മൾ വേർതിരിക്കും? അല്ലെങ്കിൽ ഈ ഒരു ലിംഗതുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് നമ്മുടെ നാട്ടിൽ ലിംഗവിവേചനമുണ്ടോ? ഇതൊക്കെ നമുക്ക് എല്ലാവരിലും ഉള്ള വളരെ സാധാരണക്കാർ മുതൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരുടെ ഇടയിൽ പോലും ഇതിൻ്റെ ഒരു യഥാർത്ഥ രീതിയിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഡോക്ടറോട് ചോദിക്കട്ടെ, എന്താണ് നമ്മളൊരു ലിംഗ തുല്യത അല്ലെങ്കിൽ ജെൻഡർ എന്നതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഈ ജെൻഡറും സെക്സും എന്ന വാക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിതൊരു വ്യത്യാസം എന്താണ്? പലപ്പോഴും നമ്മളിതൊരു കോയിൻസൈഡ് ചെയ്ത് ഉപയോഗിക്കുന്ന പൊതുമേഖലകളിലെല്ലാം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് വേർതിരിക്കാം? ഒരു വലിയ ചോദ്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഭാഷയുടെ പരിമിതിയുള്ള ഒരു കാര്യം ആണ്. ആ ഭാഷയുടെ പരിമിതി തന്നെ വരുന്നത് നമ്മൾ കാലങ്ങളായിട്ട് അനുവർത്തിച്ച ശീലങ്ങൾ കൊണ്ടാണ് എന്ന് ഞാൻ പറയും. ഇപ്പം ഈ ലിംഗം എന്നുള്ള വാക്ക് തന്നെ, ലിംഗം, ലിംഗത്വം, ലൈംഗികത എന്നുള്ള വാക്ക് തന്നെ എനിക്ക് പറയാൻ ഇഷ്ടമില്ല. അതൊരു പുരുഷൻ്റെ ഒരു അവയവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വാക്കുകൾ വരുന്നത്. അതേസമയം സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്ക് അറിയാതെ വന്നു പോകും. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് ലൈംഗികതയെന്നും ലിംഗത്വം എന്നൊക്കെ വന്നു പോകും. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അതായത് ഭാഷയുടെ പരിമിതി എന്ന് പറയുന്നത് സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി എന്നുള്ളതാണ്. ആദ്യമായിട്ട് അത് പറയട്ടെ. കാരണം ഇപ്പോൾ ഈ ലിംഗവിവേചനം എന്ന് പറഞ്ഞ് ഓരോ കാലത്തിലും ഓരോ തരത്തിൽ ഉണ്ടായി വന്നതാണ്. നമുക്കറിയാം, അത് മാറി മാറി വരുന്നതാണ്. അത് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പഴയ ട്രഡീഷണലായിട്ടുള്ള പല പുസ്തകങ്ങളിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യോനിയിൽ ജനിക്കുക എന്ന് പറയാറുണ്ട്. അത് പുരുഷ യോനിയിൽ ജനിച്ചു, സ്ത്രീ യോനിയിൽ ജനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് കേട്ടോ, ഞാൻ ആധികാരികമായിട്ട് ചരിത്രം പഠിച്ച ആളൊന്നുമല്ല, എങ്കിലും ഈ ലിംഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഡിവിഷൻസ്, സെക്സ്, ജെൻഡർ എന്നുള്ള കാര്യങ്ങൾ വന്നത് ഒരു പക്ഷേ സമൂഹം കൂടുതൽ പുരുഷാധിപത്യപരമായ ഒരു കാലഘട്ടത്തിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് വന്നാൽ, നമ്മൾ സെക്സും ജെൻഡറും തമ്മിൽ വ്യത്യാസമില്ലേന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്, എന്നാൽ ബന്ധമില്ലേന്ന് ചോദിച്ചാൽ ബന്ധവുമുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ സെക്സും ജെൻഡറും ഒന്നായിട്ടാണ് പലപ്പോഴും
പറയാറുള്ളത് അല്ലേ. ഇപ്പോൾ ഈ 2 ജെൻഡർ മാത്രമേ നമ്മൾ പറയുള്ളൂ. അത് വളരെ വലിയൊരു പരിമിതിയും അസത്യവുമാണ് എന്നുള്ളതാണ്. നമ്മൾ 2ആക്കി തിരിച്ചു. എന്തിനാണ് 2ആക്കി തിരിച്ചത്? നമ്മൾ പ്രത്യുൽപാദനത്തിൽ മാത്രമാണ് പ്രത്യുൽപാദനത്തിനുള്ള ഒരു വസ്തു. നേരത്തെ സംസാരിച്ച ആൾക്കാർ പറഞ്ഞല്ലോ, സ്ത്രീ മനുഷ്യരല്ല എന്ന് പറയുമ്പോൾ അത് പ്രത്യുൽപാദനത്തിനുള്ള ഒരു ഉപകരണമായിട്ടാണ് സ്ത്രീയെ കണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 2 ജെൻഡറിലേക്ക് ചുരുക്കിയത്. പ്രത്യുൽപാദനത്തിന് ഈ 2 ജെൻഡറാണ്. അതെങ്ങനെ സയൻസൊക്കെ വികസിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർ കണ്ടു, ആണും പെണ്ണും കൂടെ ചേരുമ്പോൾ കുട്ടിയുണ്ടാവുന്നു. അപ്പോൾ അത് ഒരു കാലത്ത് വലിയ ആവശ്യമാണ് ഈ കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഫാക്ടറിയിൽ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആവശ്യമുള്ള എന്താ പറയുക, ഒരു ഉൽപ്പാദന വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ പവർ ഉണ്ടാക്കാൻ സമൂഹങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആണ് പെണ്ണെന്നുള്ളതിലേക്ക് ചുരുക്കി അത് കേന്ദ്രീകൃതമായി. നമ്മൾ പുരുഷാധിപത്യം സമൂഹം എന്ന് പറയുന്നുണ്ടല്ലോ, പുരുഷാധിപത്യ സമൂഹത്തിൽ ഈ കുട്ടിയുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി, അതിൽ കുട്ടിയെ ഉണ്ടാക്കുന്ന അതിനുള്ളൊരു ഉപകരണം. ഇപ്പം സംസ്കൃതത്തിലെ വാക്ക് നോക്കിയാൽ ക്ഷേത്രം എന്നുള്ളൊരു വാക്ക് പറയും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് നിലം എന്നുള്ളതാണ്, വേറൊന്ന് ഭാര്യ എന്നുള്ളതാണ്. ഭാര്യയും നിലവും ഒരുപോലെ കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ സെക്സ് ജെൻഡർ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് ഒരു ശരീരത്തെ നോക്കുമ്പോൾ തന്നെ ആണും പെണ്ണുമാണോ? ഞാൻ മെഡിസിൻ പഠിച്ച ഡോക്ടറാണ്. പക്ഷേ ഞങ്ങൾ മെഡിസിനിലും പഠിക്കുന്ന എന്താണ്, ഞങ്ങളുടെ മെഡിക്കൽ ബുക്കുകളിലൊക്കെ ഉള്ളത് എന്താണ്, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കാണുന്ന അതല്ല. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ആണും പെണ്ണെന്ന് പറയുന്നത് അവയവങ്ങൾ നോക്കിയിട്ടാണ്. ഈ പ്രജനന അവയവം ജനിക്കുന്ന ഉടനെ നോക്കിയിട്ട് ആണ് പെണ്ണെന്ന് അങ്ങ് തിരിക്കുകയാണ്. പക്ഷേ ആ അവയവം നോക്കിയാൽ പോലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ വ്യത്യാസങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? അച്ഛനും അമ്മയ്ക്കും ആദ്യമാണ്. അപ്പോൾ ഡോക്ടർമാർ അതിനനുസരിച്ചാണ് പോകുന്നത്. നമ്മുടെ മെഡിക്കൽ സിസ്റ്റം അതിനനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒന്നുകിൽ ആണാക്കി മാറ്റണം, അല്ലെങ്കിൽ പെണ്ണാക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സെക്സ് ആണെങ്കിലും അതൊരു സ്പെക്ട്രമായിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പുറമേ കാണുന്ന അവയവം കൊണ്ട് മാത്രം നമുക്ക് സെക്സ് തീരുമാനിക്കാൻ പറ്റില്ല. അതാണ് വലിയൊരു കാര്യം. സെക്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പഠിച്ച എന്താണ്, 2 X ക്രോമോസോം ഉണ്ടെങ്കിൽ അത് പെണ്ണാണ്, XY ഉണ്ടെങ്കിൽ ആണാണ്. X ക്രോമോസോം എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ക്രോമോസോമാണ്. ഇപ്പോൾ അടുത്ത പഠനങ്ങൾ കാണിക്കുന്ന അങ്ങനെയൊന്നുമില്ല, ഒരു ഫീമെയിൽ ക്രോമോസോം ഒന്നുമില്ല. അതിന് സ്ത്രീയുടെ സ്വഭാവം ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാര്യവും X ക്രോമോസോമിലില്ല. Y ക്രോമോസോമിൽ പിന്നെയും കുറച്ച് മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാക്കാനുള്ള അതുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ സെക്സിനെ കുറിച്ച് പറയുന്നത്. ബയോളജിക്കലി നോക്കിയാൽ ക്രോമോസോമിനൊരു പങ്കുണ്ട്, പിന്നെ ഹോർമോണുകൾ, അത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകൾക്ക് പങ്കുണ്ട്, ബ്രെയിനിന് പങ്കുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ അകത്ത് ഗൊണാഡ് എന്ന് പറയും, നമ്മുടെ ഭ്രൂണാവസ്ഥയിൽ ആദ്യം ഉണ്ടാകുന്ന ഗൊണാഡാണ്. അതിന് ആണും പെണ്ണുമായിട്ട് തിരിച്ചിട്ടില്ല. പിന്നെ വളർന്നു വരുമ്പോഴാണ് അത് ആണും പെണ്ണുമായിട്ട് തിരിയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് അത് ഉണ്ടാകുന്നത്. ഈ ഇടയ്ക്ക് ഈ സ്പോർട്സിലൊക്കെ എപ്പോഴും ഈ പ്രശ്നം വരും. XY ക്രോമോസോം, ആളിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നോക്കിയപ്പോൾ XY ക്രോമോസോം കണ്ടു, പക്ഷേ അവർ പെണ്ണായിട്ടാണ് വളർന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ബയോളജി നോക്കിയിട്ട് പറയുന്ന കാര്യം. പക്ഷേ ജെൻഡറിൽ ഒരുപാട് അർത്ഥങ്ങൾ വരുന്നു. ജെൻഡർ എന്ന് നമ്മൾ ഒരു സാമൂഹ്യ നിർമ്മിതിയാണെന്ന് വളരെ ചുരുക്കി പറയാറുണ്ട്. നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ സോയയുടെ വേഷം, എൻ്റെ വേഷം, നമ്മുടെ എല്ലാം വേഷം വ്യത്യാസമാണ്. അത് ഓരോ നമ്മുടെ എന്താ പറയുക, നമ്മുടെ താല്പര്യമായിരിക്കാം. എങ്കിൽ പോലും അത് കൾച്ചറലായിട്ട് ഒത്തിരി തീരുമാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ചില രീതിയിൽ ചില വസ്ത്രങ്ങളിട്ടാൽ, ഇപ്പോൾ ചിലപ്പോൾ സിനിമയിൽ ഉള്ള സ്ത്രീകളൊക്കെ ചില വസ്ത്രം ഇട്ട് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് മോശമായിട്ട് കാണിക്കുന്നു, കാണുന്നു എന്നൊക്കെ വലിയ പ്രശ്നമാണ്. പക്ഷേ ഒരു 100 കൊല്ലം മുമ്പ് കേരളത്തിലെ സ്ത്രീകളൊന്നും മാറ് പറിച്ചിട്ടൊന്നും ഇല്ല. പക്ഷേ ഇപ്പം അത് കൾച്ചറലാണ്. അപ്പോൾ നമ്മളതിൽ ജെൻഡർ എക്സ്പ്രഷൻ കുറേ കാര്യങ്ങൾ പറയും. ജെൻഡർ എക്സ്പ്രഷനാണത് പ്രധാനമായിട്ട് ഈ സാമൂഹ്യ നിർമ്മിതി എന്ന് പറയുന്നത്. പക്ഷേ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന വേറൊരു കാര്യം തന്നെയാണ്. ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആണും പെണ്ണും മാത്രമല്ല. ജെൻഡർ ഐഡൻറ്റിറ്റി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലിംഗാണ്.
ഇപ്പം ഞാൻ എന്ത് ജെൻഡറാണെന്ന് എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ജനിക്കുന്ന ഉടനെ അവയവം നോക്കി തീരുമാനിച്ച് നീ ആണാണ് നീ പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണമെന്നില്ല. അവരവരുടെ ഉള്ളിൽ നിന്ന് ജെൻഡർ വേറെ ആയിരിക്കും വരിക. അപ്പോൾ അത് നമ്മൾ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അല്ലാത്തവരെയൊക്കെ നമ്മൾ എന്താ പറയുക, വീണ്ടും മനുഷ്യരല്ല കാണും, സ്ത്രീകളെ തന്നെ മനുഷ്യരായി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത ജെൻഡർ അല്ലാത്തവരെയൊക്കെ നമ്മൾ അവർ എന്തോ പാപികളാണ്, അല്ലെങ്കിൽ കുറ്റക്കാരാണ്, അവരല്ലെങ്കിൽ രോഗികളാണ് എന്നൊക്കെയുള്ള രീതിയിൽ മാറ്റി നിർത്തിയിരുന്നു. അപ്പോൾ ആ രീതിയിലല്ല ഇന്ന് നമ്മൾ കാണുന്നത്. സെക്സും ജെൻഡറും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ അത് ജെൻഡർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ കൾച്ചറലായിട്ട് നമ്മൾ രൂപപ്പെടുത്തി ഒരു കുറേ കാലത്തെ അതുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നതാണ്. അത് നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞ സ്ത്രീകൾ മനുഷ്യരായില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യരായില്ല, ആ ഒരു ചർച്ചയിലേക്ക് പിന്നെ പോയാൽ മതിയെങ്കിൽ, ബാക്കിയുള്ളവർ സംസാരിച്ചിട്ട് മതിയെങ്കിൽ ഞാൻ പിന്നീട് പോകാം. അത് വളരെ പ്രധാനമാണ്. ജെൻഡറിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്, സെക്സിനുമുണ്ട്, ഇല്ല എന്നല്ല. സെക്സിനും സെക്സ് എന്ന് പറഞ്ഞാൽ ഈ ബയോളജിയിലും നമ്മളെങ്ങനെ കാണും, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും നമ്മുടെ കൾച്ചർ നമ്മളെ സ്വാധീനിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു. പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമുള്ള വസ്തുക്കളായിട്ട് സ്ത്രീയെ കാണുന്നു, അത് ഉണ്ടാക്കുന്ന ആൾ പുരുഷൻ എന്നൊക്കെയുള്ള തരത്തിൽ. അതിൽ ഏറ്റവും തമാശയുള്ളത് സ്പേമും എഗ്ഗുമുണ്ടല്ലോ, നമ്മൾ അണ്ടവും ബീജവുമുണ്ട്. അതെപ്പോഴും പുരുഷന്മാർ വളരെ ആക്റ്റീവാണ്, സ്ത്രീകൾ വളരെ പാസീവാണ്, ഇങ്ങനെ സ്വീകരിക്കാൻ മാത്രം ഇരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഈ സങ്കല്പം അങ്ങോട്ട് ആരോപിച്ചിട്ട് നമ്മൾ പറയും സ്പേം ഭയങ്കര മൊട്ടയിലാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളാണ്. അത് നമ്മൾ ബയോളജിയിലേക്ക് ആരോപിച്ചിട്ട് നമ്മൾ അണ്ടം വളരെ പാസീവാന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ റിസർച്ചുകൾ കാണിക്കുന്ന അണ്ടം വളരെ ആക്റ്റീവാണ്. അണ്ടം വളരെ ആക്റ്റീവായിട്ടാണ് സ്പെർമിനെ സെലക്ട് ചെയ്യുന്നതും. അതിൻ്റെ വളർച്ചയിൽ വലിയ ആക്റ്റീവായ റോൾ അണ്ടത്തിനുണ്ട്. അവിടെ അതിലും പൊളിറ്റിക്സ് ഉണ്ടെന്ന് ഞാൻ പറയണം. പൊളിറ്റിക്സിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പോൾ നമ്മൾ ബയോളജിക്കലി പറയുമ്പോൾ അത് സെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ സോഷ്യലി കൺസ്ട്രക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ജെൻഡർ എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഡോക്ടർ സൂചിപ്പിച്ച ഇത് ഞാൻ ഏറ്റുപറയാണ്. നമ്മൾ ഈ ഭാഷാ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ പല വാക്കുകളും നമ്മൾ ഏത് രീതിയിൽ ശരിയായി ഉപയോഗിക്കണമല്ലോ, അതിന് പകരമായൊരു ഭാഷ എന്ത് എന്നുള്ളതൊരു സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഇനി അത് നമുക്ക് തിരുത്തി ഉപയോഗിക്കാൻ ശ്രമിക്കാമെന്നുള്ളതാണ്. സോയ, നമ്മളിപ്പോൾ പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു ജെൻഡർ എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ജെൻഡർ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നതിന് പകരം പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നമ്മൾ കാണുന്ന വിമൻ സ്റ്റഡീസ് എന്നാണ്. ഈ ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണോ, അല്ലെങ്കിൽ ഈ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മളൊരു ജെൻഡറിനെ നോക്കിക്കാണുന്നത്? സ്ത്രീകൾ എന്ന രീതിയിൽ മാത്രമാണോ നോക്കിക്കാണേണ്ടത്? അതേപ്പറ്റി പറയുമ്പോഴാണ് ഉള്ളത് പറയുമ്പോൾ ഉള്ളം പൊള്ളരുത്. ഇതിനു മുമ്പ് പറഞ്ഞ ഒരാളുടെ വാക്ക് കടമെടുത്ത് ഞാൻ പറയാണ്, ഉള്ളത് പറയുമ്പോൾ ആർക്കും ഉള്ളം പൊള്ളരുത്. ഉള്ളം പൊള്ളുന്ന പോലെ തന്നെ ഇവിടെ NRC എന്ന് പറഞ്ഞാൽ നോൺ റിലീജിയൻ കമ്മ്യൂണിറ്റി ആണല്ലോ അല്ലേ. ഇവിടെ നോൺ റിലീജിയൻ കമ്മ്യൂണിറ്റിയിൽ ആകെ 5 പേരേ ഉള്ളൂ, 5 പെണ്ണുങ്ങളെ ഉള്ളൂ, ബാക്കിയൊക്കെ ആണുങ്ങളാണ്. എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റാത്തത് മകളെ ചിലപ്പോൾ ട്യൂഷന് കൊണ്ടുപോയിട്ടുണ്ടാവും, മകനെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അമ്മേനെ നോക്കാനിരിക്കുമായിരിക്കും, അച്ഛനെ നോക്കാനിരിക്കുമായിരിക്കും. ഇതെന്തെങ്കിലുമൊക്കെ കാരണമായിരിക്കും സ്ത്രീകൾ വരാത്തത്. തീർച്ചയായും അത് തന്നെയായിരിക്കും. കാരണം പുരുഷന്മാർക്ക് ഇങ്ങനത്തെ ബാധ്യതകളൊന്നുമില്ല. ആരുടെ അച്ഛനാണ്, ആരുടെ അമ്മയാണ്? സ്ത്രീയുടെ അച്ഛനും അമ്മയല്ല, പുരുഷൻ്റെ അച്ഛനും അമ്മയാണ്. ഭർത്താവിൻ്റെ അച്ഛനും അമ്മേനെ നോക്കാനിരിക്കുകയാണ് സ്ത്രീകൾ. അമ്മ വയറ്റിൽ നിന്ന് പോയാൽ എടുത്തു കളയാൻ മകന് വിഷമം. വന്ന മരുമകൾക്കത് പ്രശ്നമല്ല. അച്ഛൻ്റെ വയറ്റിൽ നിന്ന് പോയാലും അതെടുത്തു കളയാൻ വന്ന മരുമകൾക്ക് പ്രശ്നമല്ല, മകളത് ചെയ്യും. പക്ഷെ മകൻ അത് ചെയ്യില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? എന്താ, അതൊക്കെ പെണ്ണിൻ്റെ മാത്രം കടമയാണ്. പെണ്ണ് മാത്രം ചെയ്യും, പെണ്ണ് മാത്രം അത് ചെയ്തോണം.
ആണിനത് ചെയ്യാൻ യാതൊരു കടമയും ഇല്ല. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനൊരു കൃഷിക്കാരിയാണ്. ഞാൻ കൃഷിക്കാരിയാണെന്ന് കണ്ടാൽ തോന്നില്ലെങ്കിലും ഞാൻ കൃഷിക്കാരി തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പറമ്പിൽ ആണും പെണ്ണും പണിക്ക് വരും. ആണും പെണ്ണും പണിക്ക് വരുമ്പോൾ പെണ്ണ് പണിയുന്ന അതേ പണിക്ക് ആണിന് 800 രൂപ കൂലി, പെണ്ണിന് 500 രൂപ കൂലിയും കൊടുക്കും. ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മോശക്കാരിയായി. അത് പറ്റില്ല. ഒരേപോലെ പെണ്ണ് എന്തൊക്കെ ചെയ്തിട്ടാണ് വരുന്നതെന്ന് ഓർക്കണം. പെണ്ണ് രാവിലെ എണീറ്റിട്ട് ഭർത്താവിൻ്റെ അച്ഛനും അമ്മേനെയും നോക്കി, സ്വന്തം മക്കളെയും നോക്കി, വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ച്, മുറ്റമടിച്ച്, വീട്ടിൽ പണിയെല്ലാം തീർത്തിട്ടാണ് പെണ്ണ് എവിടേക്ക് വരുന്നത്? പറമ്പിലേക്ക് പണിക്ക് വരുന്നത്. ആണിതൊന്നുമില്ല. രാവിലെ എണീറ്റിട്ട് കട്ടക്കാപ്പി കുടിച്ചിട്ട് ഇങ്ങ് പോന്നാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പം പെണ്ണിന് 500 രൂപ കൂലി, ആണിന് ഇത് ചെയ്യുന്ന അതേ പണി 800. അതന്നെ ഉള്ളത് പറഞ്ഞാൽ ഉള്ളം പൊള്ളരുത്. ഇതാണ് സത്യം. ഒരേ കൂലി. അത് നടപ്പാക്കിയതിൻ്റെ പേരിൽ നാട്ടുകാർ മുഴുവൻ തിരിഞ്ഞതാണ്, എൻ്റെ നേരെ തിരിഞ്ഞത്. എന്തിനാണ് നീ സ്ത്രീ സമത്വം നടപ്പാക്കുന്നുണ്ടെങ്കിൽ കൃഷിക്കാർക്ക് അതിനൊന്നും മെച്ചമൊന്നുമില്ല എന്ന്. കൃഷിക്കാർക്ക് ശരിയാണ്, മെച്ചമൊന്നുമില്ല. കൃഷിക്കാർക്ക് മെച്ചമില്ലാത്തത് എൻ്റെ കുറ്റമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദർശം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സമത്വമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന ഒരേ ജോലിക്ക് കൂലി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ അവർ പറയും സ്വയം ഇത്രയും കൂലി തന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടായില്ലല്ലോ, എനിക്ക് കൊടുത്തേക്കണം. എൻ്റെ ആദർശം എനിക്ക് നടപ്പാക്കിയേ പറ്റൂ. അപ്പോൾ അവിടെ അത് അവർ പറയുമ്പോൾ എല്ലാവരും എൻ്റെ നേരെ തിരിയാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഉള്ളത് പറയുമ്പോൾ ഉള്ളം പിള്ളേരെന്ന് പറയുന്നത് കൊണ്ടാണ്. ഇപ്പം ഇവിടെ ഈ വന്നിരിക്കുന്നതിൽ ഇവിടെ ആകെ 5 or 6 പെണ്ണുങ്ങളുണ്ട്. ബാക്കിയുള്ള പെണ്ണുങ്ങൾ വരാത്തതുകൊണ്ട് നന്നായി എനിക്കറിയാം. ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റില്ല. കാരണം വീട്ടിൽ കുറേ ജോലികൾ ബാക്കിയുണ്ട്. ഇതൊന്നും ചെയ്യാൻ ആണിനെ കൊണ്ട് പറ്റില്ല. ഇതൊക്കെ പെണ്ണ് തന്നെ ചെയ്യണം. അത് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിനോട് പറയും, എന്നാൽ പിന്നെ നീ ചെയ്യ്, ഞാൻ പോയിട്ട് വരാം, എന്നാൽ നീ പൊക്കോ, ഞാനിവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യാമെന്ന് ഏതെങ്കിലും ആണ് പറയുമോ? പറയൂല, തീർച്ചയായിട്ടും പറയൂല. അപ്പോൾ അത് പറഞ്ഞ് ബാക്കി ചർച്ചയിലേക്ക് കിടക്കാം. ആ ഒരു പാർട്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു. അതായത് പലപ്പോഴും നമ്മളൊരു തെറ്റിദ്ധാരണ, ജെൻഡർ എന്ന് പറയുമ്പം സ്ത്രീ എന്ന് മാത്രം ആയി ഒരു പരിമിതപ്പെടുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണോ? അല്ലല്ല. അതാ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുരുഷത്വത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പുരുഷന്മാരെങ്ങനെ മാറണം എന്നുള്ളതാണ്. ഇപ്പോൾ സോയ പറഞ്ഞതിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാവുന്നത്. നമ്മുടെ ഭരണഘടന ഉണ്ടായപ്പോഴാണ് നമ്മൾ ഈ തുല്യത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ പറയാൻ തുടങ്ങിയത്. അതിനകത്ത് സ്ത്രീ പുരുഷ എല്ലാ ജെൻഡറും ജാതി മതം ഒന്നുമില്ലാത്ത തുല്യത പറയുന്നു. മനുഷ്യർ സിറ്റിസണായി മാറി ഒരു പൗരരായി മാറുന്നു എന്നുള്ളതാണ്. ആ പൗരർ ആകുന്നതിന് സ്ത്രീക്കുള്ള തടസ്സമാണ് ഇപ്പോൾ സോയ പറഞ്ഞത്. അത് എങ്ങനെയാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന ആചാരങ്ങൾ, ഇപ്പോൾ കൃഷി സമൂഹത്തിലൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അതൊരു പക്ഷേ അന്ന് ആവശ്യമായിരിക്കും, എനിക്കറിയില്ല, സ്ത്രീകൾ വീട്ടിലെ ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കി പരിപാലിച്ച് അങ്ങനെ ഇരിക്കുക എന്നുള്ള ഒരു ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭർത്താവിൻ്റെ പേരൻസിനെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും ഇതെല്ലാം സ്നേഹം കൊടുത്തിങ്ങനെ വളരെ ഇമോഷൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയല്ല. സ്ത്രീകൾ വളരെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്കാണ് പറ്റുന്നത്. പ്രസവിച്ച് പാലൂട്ടി വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ എല്ലാവരെയും നോക്കാൻ പറ്റുന്ന ഒരു കാര്യം സ്ത്രീകൾക്കുണ്ട്. പുരുഷന്മാരങ്ങനെയല്ല. പുരുഷന്മാർക്ക് പിന്നെ കായികമായിട്ടുള്ള അധ്വാനം, അതുകൊണ്ടാണ് കൂലിയൊക്കെ കുറച്ച് കൊടുക്കുന്നത്. സ്ത്രീകൾ അതുപോലെ തന്നെ പണി ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ ചെയ്യുമ്പോഴും കൂലി കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബറിൽ എന്ത് ചെയ്തു? നമ്മൾ ഭരണഘടന ഉണ്ടാക്കി സിറ്റിസൺ ആകുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും, കുടുംബമാണ് ഇതിനെല്ലാം ഊട്ടി ഉറപ്പിക്കുന്ന സ്ഥാപനം, അവിടെ
തന്നെ ഈ ഇത് വ്യത്യാസം നിൽക്കുകയാണ്. നമ്മൾ തൊഴിൽ സ്ത്രീകൾക്ക് കൊടുക്കൂല, സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്താൽ തന്നെ ബാത്റൂം വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തെ ജോലി കൊടുക്കൂല. അതിന് വലിയൊരു ചരിത്രമുണ്ട്. പക്ഷെ ഇപ്പോഴെന്താണ്, സ്ത്രീകൾക്ക് കൂലി കുറച്ച് കിട്ടിയാലും ആരും ഒന്നും പറയില്ല. വെച്ചാൽ അത് പുരുഷനാണ് ഏൺ ചെയ്തുകൊണ്ട് വരേണ്ടത്. അതിന് കുറച്ച് അതിനൊന്ന് സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാറാതെ, അതുകൊണ്ടാണ് സ്ത്രീകൾ സാമൂഹ്യമായിട്ട് ഇറങ്ങാതെ എങ്ങനെയാണ് ഈ തുല്യത എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഞാൻ അതിന് എപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾക്ക് ഇതൊരു ഈ മാര്യേജ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ചൂഷണമാണെന്ന് ഞാൻ പറയും. അവിടെ നിന്നാണിത് തുടങ്ങുന്നത്. ഈ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ, കുടുംബത്തിനകത്ത് പെണ്ണുങ്ങൾ ഇതെല്ലാം ചെയ്യണം എന്ന് പറയുന്നിടത്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും, ഭരണകർത്താക്കൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിന് ചിലവില്ലാതെ കിട്ടുന്ന വർക്കാണ്. ഇപ്പോൾ റീപ്രൊഡക്ഷൻ ആണെങ്കിലും, റീപ്രൊഡക്റ്റീവ് ലേബർ ആണെങ്കിലും, മറ്റു തൊഴിൽ മേഖലയിലാണെങ്കിലും ഇതിനെ ചൂഷണം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വിവാഹമെന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റായിട്ട് കണ്ടിരിക്കുകയാണ്. അത് സാധാരണ ഏത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും നമുക്ക് കൂലി കിട്ടുമല്ലോ. ഇത് കൂലിയും കൊടുക്കണ്ട മാത്രമല്ല, നമ്മൾ കുറച്ച് പണം ഉണ്ടാക്കി ഈ ഭർത്താവിനെ വാങ്ങുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വലിയൊരു സാമ്പത്തികമുണ്ട്, ഒരു ഇക്കോണമി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ തൊടാൻ പറ്റാത്തത്. അത് എല്ലാവർക്കും അറിയാം. ഗവൺമെൻറ് ഞാൻ പറയുന്ന ഭരണ കേന്ദ്രങ്ങൾക്ക് വെച്ചാൽ ഡെമോക്രസി നമ്മൾ പറയുമ്പോഴും, തുല്യത പറയുമ്പോഴും, ഭരണഘടന ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ പ്രായോഗികമായിട്ട് ഒരു സ്ഥാപനങ്ങളിലും, കുടുംബമാണ് ഇതിനെല്ലാം ആശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ അവിടെ ഈ വിവാഹത്തിലും ഈ തുല്യത ഇല്ലല്ലോ. അവിടെ ഈ സ്ത്രീകളുടെ ലേബറിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ട് നിൽക്കുന്ന മാര്യേജ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. താങ്ക് യു. രജനി, അപ്പോൾ നമ്മളിപ്പോൾ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തുല്യവേതനം, സ്ത്രീക്കും പുരുഷനും തുല്യവേതനം എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഈ സ്ത്രീ പുരുഷ തുല്യവേതനമുള്ള പല സ്ഥാപനങ്ങളും ഉണ്ട്. അധ്യാപിക ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്നുണ്ടാവും, എല്ലാവർക്കും തുല്യവേതനമായിരിക്കും കിട്ടുന്നത്, വേതനത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഈ തുല്യവേതനമുള്ള സ്ഥാപനങ്ങളിൽ സ്ത്രീ പുരുഷ തുല്യത ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് അധ്യാപക മേഖല. അത് സ്കൂളിലായാലും ശരി, കോളേജിലായാലും എവിടെയായാലും അത് ഒരുപോലെ തന്നെയാണ്. കാരണം ശമ്പളമൊക്കെ കറക്റ്റാണ്, എടുക്കേണ്ട പോർഷൻസ് കൃത്യമായിട്ട് തുല്യമായി വിതരണം ചെയ്തിട്ടുണ്ട്, അതിന് നമ്മളെടുക്കുന്ന എഫേർട്ട് തുല്യമാണ്, ഒക്കെ ആണ്. പക്ഷേ അവിടെ ഒരു കോക്കസാണ് സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ ഒരു പുരുഷന്മാരുടെ ഒരു കോക്കസ്. പല കാര്യങ്ങളും, പല തീരുമാനങ്ങൾ എടുക്കുമ്പം സ്ത്രീകളെ ആ ഭാഗത്ത് പങ്കെടുപ്പിക്കാൻ പോലും അവർ തയ്യാറാവാതെ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അധ്യാപിക ഉണ്ടെങ്കിൽ ആ അധ്യാപികയെ എങ്ങനെ ഒറ്റപ്പെടുത്താൻ, ഞാനത് പുരുഷന്മാരെ മാത്രം പറയില്ല കേട്ടോ, അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് സ്ത്രീകൾ കൂടിയുണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ജെൻഡർ ഡിഫറൻസ്, അല്ലെങ്കിൽ സ്ത്രീയെ മാത്രം, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ, ഇങ്ങനെ നമ്മൾ അതിനെ വേർതിരിക്കുമ്പോൾ പൊതുവേ പറയുമ്പം സ്ത്രീകൾക്ക് കുറേ പ്രയോറിറ്റി, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പരാതികളായിട്ട് കിട്ടും. പിന്നെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് നമ്മളെന്തെങ്കിലും ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ തന്നെ അവരുടെ കൂടെ അങ്ങോട്ടേക്ക് മാറി നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയും സ്ത്രീകൾക്ക് എല്ലായിടത്തും ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാരെ മാത്രമായിട്ട് ആ ഒരു രീതിയിൽ കുറ്റം പറയാൻ പറ്റില്ല, ഈ ഒരു തൊഴിൽ മേഖലയിൽ പറയാൻ പറ്റില്ല.
പിന്നെ ഇത്തരത്തിലുള്ള, അതായത് നമ്മൾ ജെൻഡർ എന്ന് പറഞ്ഞു, നേരത്തെ സെക്സ് ജെൻഡർ ഡിഫറൻസ് പറഞ്ഞു. അതിൽ ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ സ്ത്രീയാണോ ആയിട്ടാണോ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ പുരുഷനായിട്ടാണോ ജീവിക്കേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു കൗമാരപ്രായമൊക്കെ ആകുമ്പോഴാണ് സാധാരണ ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് മനസ്സിലാവുക എനിക്ക് എന്തായിട്ടിരിക്കാനാണ് എനിക്ക് പറ്റുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രായം ആയിക്കഴിയുമ്പോൾ, ആ ഒരു ഡിഫറൻസിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണുന്നത് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ തന്നെ. അച്ഛൻ പിന്നെ ഏത് തരത്തിലുള്ള ഒരു അതോറിറ്റി, ഒരു പവർ ഓഫ് അതോറിറ്റി ആയിട്ടാണ് അച്ഛനെ കാണുന്നത്, ഒരു ആൺകുട്ടി കാണുന്നത്. അപ്പോൾ പെൺകുട്ടി ആണെങ്കിൽ എപ്പോഴും അമ്മ അടുക്കളയിലുള്ളത് പണിയെടുക്കുന്നതാണ് കാണുന്നത്, അല്ലെങ്കിൽ അച്ഛൻ ഓർഡർ ചെയ്യുമ്പോൾ അത് അനുസരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് വളരുന്ന ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആൺകുട്ടിയും പെൺകുട്ടിയും ഇത് തന്നെയാണ് തങ്ങളുടെ ജീവിതം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അത് തന്നെയാണ് ഈ തൊഴിൽ മേഖലയിലും ഒക്കെ പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു കുട്ടിയെ വളർത്തുമ്പോൾ വീട്ടിൽ ആൺകുട്ടിയെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ, തങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന സ്ത്രീകളെ ഏത് രീതിയിൽ കരുതണം അല്ലെങ്കിൽ അവരെ തുല്യതയിൽ കാണാൻ പരിശീലിപ്പിക്കേണ്ടത് ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് കണ്ട് പഠിച്ച് വളരുന്ന സമൂഹത്തിലെ നല്ലൊരു തുല്യത ഉള്ള ഒരു സമൂഹം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അത് തന്നെയാണ്. ശരിക്കും അത് നല്ല തരത്തിലുള്ള വിവേചനം, ഈ തുല്യവേതനം ഉണ്ടായതുകൊണ്ട് മാത്രം തുല്യത ഉണ്ടാകും എന്ന് നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പോലെയുള്ള ഒരു പ്രദേശത്ത്, അതായത് ഇത്രയും വിദ്യാഭ്യാസമായി ഇത്രയും ഉന്നത നിലയിൽ ഉള്ള ആളുകളുള്ള, അതായത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്ത്രീകൾക്ക് തന്നെ ഇപ്പോൾ PG ഒന്നും കഴിയാത്ത സ്ത്രീകളില്ല. അങ്ങനെയുള്ളൊരു അത്രയും വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സ്ത്രീ സമൂഹത്തിൽ വരെ ഇത്തരത്തിലുള്ള വിവേചനമുണ്ട്. അത് പലപ്പോഴും കാണാം. കേരളത്തിൽ എനിക്ക് തോന്നുന്നു അത് കാണപ്പെടാതെ, അതായത് ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് പുറമേ, അതായത് അങ്ങനെ പറയുമ്പോൾ തുല്യതയൊക്കെ പറയും, പക്ഷേ ഉള്ളിലൂടെ ആ തുല്യത നമുക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇവർ പറഞ്ഞതുപോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ പുരുഷന്മാർ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ അതേസമയം അവരെ ഭാര്യ വീട്ടിൽ, ഇപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയാണ്, ഭാര്യ വീട്ടിൽ വൈകുന്നേരത്തെ ചായയും കൂടി ഇട്ട് കൊടുത്ത് ഭർത്താക്കന്മാരെ പരിപാടി സാംസ്കാരിക പ്രവർത്തനത്തിനും ഒക്കെ പറഞ്ഞു വിടും. ഭാര്യയ്ക്ക് വരാൻ സമയമില്ല, കാരണം വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ കേരളത്തിലും നിലനിൽക്കുന്നത്. പിന്നെ ഇന്ത്യൻ്റെ കാര്യം പിന്നെ പറയാനും ഇല്ല. ഓക്കെ, ഇനി അടുത്ത തുടരാം. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ വേതനം തുല്യമായാലും അങ്ങനെയുള്ള മേഖലകളിൽ പോലും വിവേചനം, പലതരത്തിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പം നേരത്തെ സോയ ചോദിക്കുകയാണ്, നേരത്തെ പരിചയപ്പെടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബത്തിൽ ജനാധിപത്യം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന്. നമ്മളിപ്പോൾ ഈ ഒരു ആധുനിക കുടുംബം അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള കുടുംബം എന്ന ആ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ലിംഗനീതി ഉറപ്പാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ലിംഗവിവേചനം, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറയെ നമ്മൾ വളർത്തുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയിലായിരിക്കും അവർ പുറത്തെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പെരുമാറുക. അപ്പോൾ ആ ഒരു തലമുറയെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവർക്കൊരു വിവേചനമില്ലാത്തൊരു തലമുറയായി അല്ലെങ്കിൽ മനുഷ്യരെ ഒന്നായി കാണുന്ന തരത്തിലേക്ക് വളർത്താൻ എന്തൊക്കെ തരത്തിലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ലിംഗവിവേചനമില്ലാത്ത തലമുറയിൽ വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്ക് 2 ആൺമക്കളാണ്. അവർ രണ്ടുപേരും നിരീശ്വരവാദികളാണ്, ഫെമിനിസ്റ്റുകളുമാണ്. അവരെ അങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ അവരോട് വെറുതെ പറഞ്ഞു കൊടുത്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഒന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സത്യം എന്തെന്നാൽ അത് തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സത്യങ്ങളെ എൻ്റെ മക്കൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അവർ യുക്തിവാദികളാണ്. കാരണം യുക്തിവാദമാണ് സത്യം. കാരണം വിശ്വാസം എന്ന് പറയുന്നത് പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, ബൈബിള്, ഗീത, ഇതിലൊക്കെ സത്യമില്ലായ്മ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മക്കൾ അതിനെ സ്വീകരിക്കാത്തത്. അതുകൊണ്ട് അത്
എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾ യുക്തിവാദത്തെ സ്വീകരിച്ചു എന്നുള്ളത് യുക്തിവാദമാണ് സത്യം എന്ന് ഞാൻ അറിയുന്നുണ്ട്. കാരണം രണ്ടും പറയുന്നതിൽ സത്യത്തെ അവർ തിരിഞ്ഞെടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ കുടുംബത്തിൽ ജനാധിപത്യം നടപ്പാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു യുദ്ധം ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്ക് കടന്നിട്ട് എപ്പോഴും എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഭക്ഷണം ഉണ്ടാക്കുന്നത് നിൻ്റെ കടമയാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നത് നിൻ്റെ കടമയാണ് എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എൻ്റെ മാത്രം കടമയല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നത് എൻ്റെ മാത്രം, ഇതിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് എന്നാണ് ഇത് ശരിപ്പെട്ടു വരിക എന്ന് നമുക്കറിയില്ല. ഇപ്പം നമുക്ക് ഏത് കാര്യമാണെങ്കിൽ പോലും, ഏത് കാര്യം എടുത്താലും എവിടെ ഏത് മേഖല ചൂഷണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്. കാരണം ഭാര്യയെ ചൂഷണം ചെയ്യുക എന്നത് ഭർത്താവിനും ആണിന് എപ്പോഴും, പെണ്ണിനെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നു. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി വന്നപ്പോൾ പെണ്ണ് പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ചോദ്യം വന്നു. പെണ്ണ് പ്രതികരിച്ചില്ല. എപ്പോഴാണ് പെണ്ണുങ്ങൾ പ്രതികരിക്കുന്നേ ഇല്ല. പെണ്ണുങ്ങൾ എപ്പോഴും ലാസ്റ്റ് എല്ലാ സുഖവും അനുഭവിച്ചു കഴിഞ്ഞാണ് പ്രതികരിക്കുന്നത്. എത്രമാത്രം സ്ത്രീവിരുദ്ധമായ ഒരു വാക്കാണ് ആ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. പെണ്ണിന് പ്രതികരിക്കണമെങ്കിൽ അങ്ങനെയൊന്നും എത്ര പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റില്ല. ഒരു സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് പോയി. അവളെല്ലാവരോടും പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് പോയി. സിനിമയിൽ അഭിനയിച്ച് 1 or 2 ഷോട്ടൊക്കെ എടുത്ത് അവൾ ഭയങ്കര അഭിമാനത്തോടു കൂടി എല്ലാവരോടും പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. ആ സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അവൾക്ക് പറയാൻ പറ്റുമോ, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എന്നെ ഇങ്ങനെ റൂമിലേക്ക് വിളിച്ചു, എൻ്റെ വാതിൽ മുട്ടി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പെണ്ണെപ്പോഴും നിസ്സഹായിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഹേമ കമ്മിറ്റിയുടെ കാര്യം വരുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കണം. ഒരു പെണ്ണിന് പ്രതികരിക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഇത് പ്രതികരണം എന്ന് പറയുന്നത് ചാടി തുള്ളിപ്പോയിട്ട് അയ്യോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്ത്രീകൾക്ക്. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എന്നെ പല കാര്യങ്ങളും ഒരു നിർബന്ധിച്ച് എൻ്റെ സ്വന്തം അമ്മയുടെ ആങ്ങള പോലും നിർബന്ധിച്ചിട്ടുണ്ട്. എനിക്ക് അമ്മയോട് പറയാൻ പേടിയാണ്. എങ്ങനെ പേടിച്ച അമ്മ തല്ലും, പറഞ്ഞിട്ടുണ്ട് അമ്മ തല്ലും. നീ എന്നോട് അന്നേരം പറയാഞ്ഞെന്ന് ചോദിക്കും. അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കുറേ കാലം കഴിഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴും അമ്മ എന്നെ തല്ലി. നീ എന്നോട് അന്നേരം പറയാഞ്ഞെന്ന് ചോദിച്ച്. അപ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴും ഭയമാണ്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയമാണ്. അപ്പോൾ എപ്പോഴും വീടിനുള്ളിലെ കാര്യമായാലും പുറത്തെ കാര്യമായാലും സ്ത്രീകൾക്ക് ഭയമാണ്. കാരണം ഭയപ്പെടുത്തിയാണ് സ്ത്രീകളെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഭയം എന്ന് പറയുന്ന ഒരു തലയിൽ ഇങ്ങനെ കയറ്റിയാണ് സ്ത്രീകളെ ഓരോ തരത്തിലും വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് എപ്പോഴും സ്ത്രീകൾ ഇങ്ങനെ വീട്ടിലെ കാര്യമായാലും സ്വന്തം വീട്ടിലെ കാര്യം അമ്മയോടും അച്ഛനോടും പറയുന്ന, അമ്മ അച്ഛനും പറയുന്ന കാര്യം വീട്ടിൽ ഭർത്താവിനോട് പറയുന്ന കാര്യം ഭയം, ഭർത്താവ് പറയുന്ന കാര്യം വീട്ടിൽ ചെന്ന് പറയാൻ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ചെന്ന് പറയാൻ ഭയം. ഇതിങ്ങനെ ഭയപ്പെടുത്തി വളർത്തിയതുകൊണ്ട് എന്ത് പറയുന്നിടത്തും ഭയം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഭയം മാറ്റുക എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എത്ര കാലം എന്ന് കഴിയും, ഇത് എന്ന് തീരും, എന്ന് ഈ വയസ്സ് 50 ഇനിയും ഈ ഭയം മാറിയില്ലെങ്കിൽ ഇനി എന്ന് ഭയം മാറും എന്നെനിക്കറിയില്ല. ഇപ്പം ഞാനിപ്പോൾ ഇന്നൊരു സോളോ ട്രിപ്പ് പോവുകയാണ്, പോണ്ടിച്ചേരിക്ക് പോവുകയാണ്. തമിഴ്നാട്ടിലേക്കാണ് പോണത്, പോണ്ടിച്ചേരി. ഭാഷ നന്നായി അറിയാം, എന്നിട്ടും ഒരു ഭയം തന്നെ. എന്താ ഇപ്പോൾ ഭയക്കാൻ? ഈ ഭയം കാരണം എന്ന് ചെന്ന് അവസാനിക്കും ഈ ഭയം? എനിക്കറിയില്ല ഈ ഭയം അവസാനിപ്പിച്ചിട്ട് എന്ന് നമ്മൾ ജീവിക്കുമെന്ന്. താങ്ക് യു ഡോക്ടർ ഈ പറഞ്ഞതിനോട്. അതെ തീർച്ചയായിട്ടും ഈ കുടുംബത്തിൽ ജനാധിപത്യം എന്ന് പറഞ്ഞല്ലോ, പക്ഷേ സോയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അതേസമയം സോയ തന്നെ പറയുന്നുണ്ട് അതൊട്ടും എളുപ്പമല്ല എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം, കുടുംബത്തിൽ നിന്ന് മാത്രമായിട്ട് ഇത് പറ്റുമൊന്നുമില്ല. സാധാരണ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, കുടുംബങ്ങളെല്ലാം ആദ്യം ശരിയാക്കുക, എന്നാൽ പിന്നെ കുറേ കുടുംബങ്ങൾ ചേർന്ന് സമൂഹമാകും. അങ്ങനെയല്ല. ഈ കുടുംബം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, സമൂഹം അല്ലെങ്കിൽ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്ന
അതിന് വേണ്ടിയിട്ടാണ്. അതിന് ആവശ്യമുള്ള കുടുംബത്തിനെയാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പ്രത്യുൽപാദനമായിട്ടുള്ള ലേബർ എടുക്കാനാണെങ്കിലും മറ്റ് ലേബർ ചൂഷണം ചെയ്തെടുക്കാനാണെങ്കിലും വേണ്ടുന്ന തരത്തിലുള്ള ഒരു കുടുംബത്തിനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ലല്ലോ നമ്മൾ വളരുന്നത്. സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ വളരെയധികം ഇതെല്ലാം നമ്മൾ ഈ ജെൻഡർ ഡിവിഷൻ ഒക്കെ ഭയങ്കരമായിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ പാഠപുസ്തകങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൽ കാണിക്കുന്ന അച്ഛൻ മുറ്റം തൂക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും, അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് മാത്രം പറ്റില്ല. നേരത്തെ രജനി പറഞ്ഞല്ലോ, സ്ത്രീകളും ചിലപ്പോൾ ഇങ്ങനെ പെരുമാറും. അത് നമുക്ക് എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷനാണ്, എന്തുകൊണ്ടാണ് സ്ത്രീകളും അങ്ങനെ പെരുമാറുന്നത് വെച്ചാൽ ഈ പുരുഷാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് പലപ്പോഴും സ്ത്രീകളും എന്നുള്ളത് കൊണ്ടാണത്. അവരാർക്ക് വേണ്ടിയാണ് പറയുന്നത്? അത് ഈ കാര്യസ്ഥന്മാർ ജന്മിക്ക് വേണ്ടി പറയുന്ന പോലെയാണ്. വെച്ചാൽ അമ്മമാരെയാണ്. പെൺകുട്ടികൾ എന്തേലും മോശമായി എന്ന് ഉള്ള തരത്തിൽ ആൾക്കാർ പറയുമ്പോൾ അത് അമ്മയുടെ കുറ്റമായിട്ടാണ് പറയുന്നത്. അപ്പോൾ പുരുഷാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത് വരുന്നത്. പിന്നെ തൊഴിൽ മേഖലയിൽ പറഞ്ഞു, ഇപ്പോൾ തുല്യത പറഞ്ഞു, തുല്യവേതനം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൽ അധ്യാപകരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും ഒക്കെ തുല്യവേതനമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ സിറ്റിസൺ ആകണമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും തുല്യത വരണമെങ്കിൽ ഈ വർക്ക് പ്ലേസിൽ ചില ജോലികൾ മാത്രം ചെയ്യുമ്പോൾ എല്ലാവരുടെയും അംഗീകാരം കിട്ടും. എന്നാൽ മെയിൽ ടീച്ചേഴ്സ് വൈകുന്നേരം അവർ നടക്കാൻ പോകുന്നുണ്ടാവും, ലൈബ്രറി പോകുന്നുണ്ടാവും, ചർച്ചകൾ നടത്തുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന എല്ലാവരും കൂടുതലും പുരുഷന്മാരാണ്, അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ടാകും. സ്ത്രീ ടീച്ചർമാർക്ക് അതിനുള്ള ഇതില്ലല്ലോ, എപ്പോഴും പെട്ടെന്ന് വീട്ടിൽ എത്തണമെന്നുള്ളതാണ്. അവിടെയും എന്താണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്? ഭയത്തിൻ്റെ കാര്യം പറഞ്ഞു, ഭയപ്പെടുത്തുന്നത് സെക്സ് വെച്ചിട്ടാണ്, സെക്ഷൽ കൺട്രോളാണ്. സെക്ഷൽ കൺട്രോൾ കൊണ്ടാണ് ഭയപ്പെടുത്തുന്നത്. അത് നമ്മൾ എവിടെ നിന്നാണ്, അത് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നത്? ജനാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എത്ര പേര് നമ്മുടെ കുട്ടികളെ വീട്ടിനകത്തോട്ട് സംരക്ഷിച്ച് നിർത്തുന്നതിന് പകരം നമ്മുടെ പുറം ലോകം ശരിയാക്കാൻ വേണ്ടിയിട്ട്, പുറത്ത് എല്ലാവർക്കും തുല്യമായിട്ട് നടക്കാൻ വേണ്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമോ? നമ്മൾ പ്രൊട്ടക്ഷൻ സംരക്ഷണം എന്നാണ് പറയുന്നത്. നിയമങ്ങളിൽ പോലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ തുല്യത പറയുമ്പോൾ തന്നെ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന എല്ലാ നിയമങ്ങളുടെയും ആമുഖത്തിൽ പറയുന്നത് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നാണ്. സുരക്ഷയല്ല പറയുന്നത്. സുരക്ഷ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വേണ്ടതല്ല. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നുള്ള ആശയം എവിടെ നിന്ന് വന്നാണ്? മനുസ്മൃതിയിൽ നിന്നുള്ളതാണത്. പിതാരക്ഷതി കൗമാരി എന്നൊക്കെയുള്ള കാര്യം അത് തന്നെയാണ് ഇപ്പോഴും നിയമത്തിൻ്റെ പോലും പല നിയമങ്ങളുടെ ആമുഖത്തിൽ പോലും അങ്ങനെയാണുള്ളത്. അത് കിടക്കുന്നത് അത് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിൽ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നത് ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നാണ് കൂടുതലും. വളരെ അപൂർവം മാത്രമാണ് പുറത്തുള്ള ആളുകൾ വളരെ കഠിനമായ റേപ്പും കൊലപാതകവും ഒക്കെ ഉണ്ടാകുന്നത് വളരെ റെയറാണ്. സാധാരണയായിട്ടുണ്ടാകുന്നത് ഏറ്റവും അടുത്ത ആളുകളോടാണ്. അവിടെ സ്ത്രീകൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അതാണ് സോയ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? അടുത്ത ഒരു 2 ദിവസത്തിന് മുമ്പ് ഞാൻ ഇടപെട്ട ഒരു സംഭവം പറയാം. ഇഷ്ടം പോലെ നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല, വർഷങ്ങളായിട്ട് പറയുന്ന കാര്യവും പറയുന്ന വിഷയവുമാണ്. ഇപ്പോൾ സിനിമയിൽ വന്നപ്പോൾ അത് കൂടുതൽ പ്രൊജക്റ്റ് ആയിന്നേ ഉള്ളൂ. ഇത് ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. സെക്ഷൽ അബ്യൂസ് വളരെ മൈൽഡായിട്ടുള്ള തരത്തിലെങ്കിലും അനുഭവിക്കാത്ത ആരുമുണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അതിന് പരാതി കൊടുക്കാൻ? ഇപ്പോൾ അതിന് ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വിശാഖ കമ്മിറ്റി ഗൈഡ് ലൈൻ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ നിയമവും ഉണ്ടായി, സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് നിയമം ഉണ്ടായി. ആ നിയമം നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ നിയമം എത്ര നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നു? അതിൽ വരുന്ന തടസ്സം എന്താണ്? ഈ തടസ്സം ഈ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ്. സോയ വളരെ കൃത്യമായിട്ടാണ് അത് പറഞ്ഞത്. നമ്മുടെ അമ്മ തന്നെയായിരിക്കും അതിന് തടസ്സം, പുറത്ത് പറയുന്ന, അല്ലെ അച്ഛൻ തന്നെയായിരിക്കും തടസ്സം. ഞാൻ ഈ പറഞ്ഞ 2 ദിവസം മുമ്പുള്ള സംഭവത്തിൽ പെൺകുട്ടിക്ക് പരാതി റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നുണ്ട്. പരാതി കൊടുത്താൽ അത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പോലീസ് സ്റ്റേഷനിൽ പോയാൽ പിന്നെ മീഡിയയിലൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ ഈ കുറേ നാളായിട്ട് നമ്മൾ IC
കുറിച്ച് പറയുന്നു. എല്ലായിടത്തും IC ഇല്ല, ചില സ്ഥലങ്ങളിൽ IC ഉണ്ട്. ഉള്ള സ്ഥലങ്ങളിൽ എത്ര ഇൻസിഡൻറ്റിൽ, സിനിമയടക്കം എത്ര കേസുകളിൽ നമുക്കത് അവസാനം കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്? ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഒരു കേസ് പോലും എനിക്കറിയില്ല. ഞാനീ പറഞ്ഞ സംഭവത്തിൽ എന്ത് വരിച്ചാൽ കുട്ടിക്ക് ഇത് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ ആദ്യം ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങളെവിടെ, ഇപ്പോൾ നമ്മളെല്ലാം ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂളായിക്കൊള്ളട്ടെ, കോളേജ് ആയിക്കൊള്ളട്ടെ, അയ്യോ നമ്മുടെ സ്ഥാപനത്തിന് നാണക്കേടാണിത്. അത് തന്നെയാണ് വീട്ടിലും നമ്മുടെ വീട്ടിൽ നാണക്കേടാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ സംഭവത്തിലുള്ള കുട്ടി പറഞ്ഞത് അതിൻ്റെ മാരേജ് ഫിക്സാണ്. അപ്പോൾ വീണ്ടും കല്യാണം തന്നെയാണ് പ്രതിയായിട്ട് വരുന്നതെന്ന് ഞാൻ പറയും. കല്യാണം പോകും എന്നുള്ളതാണ് പേടി. അവർക്കല്ല, ബന്ധുക്കൾക്ക്. ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ അവരെന്ത് കുറ്റം ചെയ്തിട്ടാണ്? നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ ഇത് എവിടെയാണ് കിടക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുടുംബത്തിനകത്തെ വാല്യൂസിൽ തന്നെയാണ് സംഭവങ്ങൾ കിടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഇപ്പം സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത പുരുഷനെ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതാരോ ആവട്ടെ, സഹപ്രവർത്തകരാണെങ്കിലും അടുത്ത ബന്ധുക്കളാണെങ്കിലും അങ്ങനെ സ്നേഹത്തിൽ ജീവിക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണോ ഉള്ളത്? അപ്പോൾ നമ്മൾ സംശയിക്കുമോ? ആരെയെങ്കിലും ഒരാൾ വിളിച്ചു, പിന്നെ ചോദിക്കുന്നതല്ലേ നീ എന്തിനു പോയി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിപ്പോൾ നമ്മളെ അടുത്ത ഒരു അധ്യാപകൻ വിളിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ സിനിമയിലാണെങ്കിൽ ഡയറക്ടർ വിളിച്ചു, അല്ലെങ്കിൽ ആരോ ആവട്ടെ, നമ്മുടെ അടുത്ത അമ്മാവനാവട്ടെ, അടുത്തുള്ള ആരെങ്കിലും വിളിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ ട്രസ്റ്റ് പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ അതിനുശേഷം ഇത് സംഭവിക്കുകയാണ്. അതിന് വലിയൊരു ട്രാപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജെൻഡർ എന്ന് പറയുമ്പോൾ പൗരുഷം എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സങ്കല്പം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്ക് 2 ദിവസത്തേക്ക് എന്നെ ഒരാണാക്കിയിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. വെച്ചാൽ ഈ സൈക്കോളജി ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് ഈ ആണുങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അത് ഏറ്റവും അടുത്ത സ്ത്രീകളോടും അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാകുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട്, എല്ലാവരും എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതെങ്ങനെയാണ് ആ മെൻറ്റാലിറ്റി ഉണ്ടായി വരുന്നതെന്നൊന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമെങ്കിലും ഒന്നാണായിരുന്നെങ്കിലെന്ന് അതറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പരുവപ്പെടുത്തി എടുത്തെങ്കിലേ പറ്റുള്ളൂ. ആൺകുട്ടികളെയാണ് കൂടുതൽ പഠിപ്പിക്കേണ്ടത്. അതാരാണ് പഠിപ്പിക്കുക, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുഞ്ഞുനാളിൽ മുതൽ മറ്റ് ജെൻഡറിനെ അല്ലെങ്കിൽ സെയിം ജെൻഡറിലുള്ളവരെ അവരെ ടച്ച് ചെയ്യണമെങ്കിൽ കൺസെൻറ്റ് വേണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതെ അത് പറ്റാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണുങ്ങൾക്ക് തീരെ പറ്റാത്ത കാര്യമാണോ എനിക്കറിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ആണുങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ ഈ കൂടുതൽ ആണുങ്ങൾ വരുന്നതുകൊണ്ട് ഒരു ഗുണം എനിക്ക് തോന്നിയത്, സാധാരണ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയൊക്കെ ഏത് ക്ലാസ് വെച്ചാലും പെണ്ണുങ്ങളെ മാത്രം വിളിച്ചുകൊണ്ടിരുത്തും. കോളേജിലൊക്കെ ക്ലാസ് എടുത്താൽ പെൺകുട്ടികൾ മാത്രം വരും, ആൺകുട്ടികളൊന്നും കേൾക്കാനിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ വേദിക്ക്. കുറച്ചെങ്കിലും പുരുഷന്മാർ കേൾക്കും എന്നുള്ളൊരു ഗുണമുണ്ട്. പാനൽ ചർച്ചയിലും ഒരു പുരുഷന്റെ പങ്കാളിത്തം ആവശ്യമായിരുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു നിർബന്ധമില്ല. അവർക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്, നമ്മുടെ സ്പേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ കുടുംബത്തെ എന്ന സാമൂഹ്യ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞു. വിവാഹം എന്ന സാമൂഹ്യ സ്ഥാപനവും ഇതിൻ്റെയൊക്കെ ഒരു വഴിയിലേക്ക് നയിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുടുംബത്തിൽ നമ്മൾ ഒരു വിവാഹം എന്ന ഒരു സ്ഥാപനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ഏത് സെക്സിനോടുള്ള ഒരു വിരുദ്ധത കാണുന്നത് ഈ ഒരു വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോടുകൂടി. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ശരിയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അതിൽ നമ്മൾ മെറൈറ്റൽ റേപ്പ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചതും ആ ഒരു എങ്ങനെയാണ് നമുക്ക് ഒരു ഭയം എന്നുള്ള ഒരു സംഭവം. പലപ്പോഴും ഈ പറയുന്ന മെറൈറ്റൽ റേപ്പ് എന്ന വാക്കുപോലും പല സ്ഥലങ്ങളിൽ പൊതുവേദികളിൽ പോലും അംഗീകരിക്കാൻ നമ്മളെ സമൂഹം ഇന്ന് തയ്യാറല്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കുടുംബങ്ങളും, നമ്മളൊരു സാധാരണ ഒരു ഇതിലുള്ളൊരു കുടുംബങ്ങളെ നമ്മൾ എടുത്താൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ നാളത്തേക്കുള്ള ഒരു ബാധ്യത എന്നൊരു വാക്കിലൂടെ നമ്മൾ നോക്കിക്കാണുന്ന ജനത ഇന്നും ഉണ്ട്. അതുപോലെ തന്നെ അവളുടെ വിവാഹം ആയിരിക്കും ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹം എന്ന് പറയുന്ന ഒരു ആരെ കൂടെ ജീവിക്കണം എന്ന് തിരഞ്ഞെടുക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന
ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് ഈ മാരേജ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്കൊരു ലിംഗസമത്വം അല്ലെങ്കിൽ എത്രത്തോളം അതുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും? മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 18 വയസ്സാണ് വിവാഹപ്രായം. പെൺകുട്ടികൾക്ക് 18 വയസ്സ്. അതിന് മാറ്റാൻ പോകുന്നു എന്ന് പറയുമ്പം കോളേജിൽ ഭയങ്കര ഒരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ കുട്ടികൾ വന്ന് മിക്കവാറും കുട്ടികളുടെ, മുസ്ലിം കുട്ടികളുടെ, പ്രത്യേകിച്ച് ആ കമ്മ്യൂണിറ്റിയിലെ കുട്ടികളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് ഒരു ക്ലാസ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്ലാസ് കുറച്ച് പകുതിയാകുമ്പോൾ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. കുറച്ച് കുട്ടികളൊക്കെ ക്ലാസ്സിൽ വരുന്നുണ്ട്, നന്നായി പഠിക്കുന്ന, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ കാര്യമായിരുന്നു. നന്നായി പഠിക്കുന്ന കുട്ടികളുടെ വരെ എൻഗേജ്മെൻറ്റ് കഴിച്ചു വെച്ച് പിന്നെ ആ ആള്, അതായത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ഇനി പോകണ്ട കോളേജിൽ എന്ന് പറഞ്ഞു. അപ്പോൾ 18 വയസ്സിൽ എന്താ പെട്ടെന്ന് എല്ലാവരെയും ഇങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് വെച്ചാൽ പിന്നെ 21 ആവുന്നുണ്ട്. അതിന് മുമ്പേ ഇവരെ അവിടെ റെഡിയാക്കി വെച്ചതാണ്. ഇനി 21 വയസ്സ് വരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ കുറേ കുട്ടികൾ അവരുടെ പഠനം നിർത്തിപ്പോയി. പിന്നെ വരുന്നവർ തന്നെ മിക്കവാറും ദിവസങ്ങളിൽ വരില്ല. അങ്ങനെ പിന്നെ അവർ സെറ്റായി, ഒരു മാരേജിലേക്ക് പോകുന്ന മാനസികാവസ്ഥയിലേക്ക് ആ പെൺകുട്ടികൾ എത്തുന്നു. അപ്പോൾ 18 വയസ്സിൽ വിവാഹം കഴിയുന്ന ഒരു പെൺകുട്ടി വിവാഹിതയാകുന്നു. വിവാഹത്തിന് ശേഷം അവൾ പലപ്പോഴും, അതായത് ഇപ്പോഴാണ് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗമൊക്കെ വന്നതും എന്താണ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ അവർ നോക്കി പഠിക്കുന്നത്. എന്നാലും പലരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാത്ത കുട്ടികൾക്ക് പോലും എന്താണ് വിവാഹ ജീവിതം അല്ലെങ്കിൽ വിവാഹം എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് പോലും മനസ്സിലാവാത്ത ഒരവസ്ഥയിലാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും അവിടെ ഒരു കൺസെൻറ്റോടു കൂടിയുള്ള റിലേഷൻഷിപ്പ് നടക്കില്ല. കുട്ടികളെ ഈ 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ, നമ്മൾ അറിയാലോ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷന് തീരെ പ്രാധാന്യം നൽകാത്ത ഒരു സിസ്റ്റമാണ്. പിന്നെയും എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അവർക്ക് പ്രത്യേക ക്ലാസ്സുകളൊക്കെ ഈ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്, അല്ലാത്തവർക്ക് അതില്ല. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ നടക്കുന്നത് മാരിറ്റൽ റേപ്പ് തന്നെയാണ്. പിന്നെ അവരുടെ കൺസെൻറ്റോടു കൂടി ആയിരിക്കില്ല പല വിവാഹ ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ അബ്യൂസ് എന്ന് പറയുന്ന സംഭവം, നമ്മളിപ്പം ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ തൊട്ടാൽ, ഒരു സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ, അവരുടെ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ആ പെൺകുട്ടിക്ക് എത്രമാത്രം, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എത്രമാത്രം അത് അവരുടെ മാനസിക നിലയെ നശിപ്പിച്ച് കളയും, തകർത്ത് കളയും എന്ന് ഈ പുരുഷന്മാർക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ ഒരു തൊടൽ മാത്രമാണ്, അവരുടെ പുരുഷ സുഹൃത്തുക്കളെ തൊടുന്നത് പോലെയുള്ള ഒരു തൊടൽ മാത്രമാണ്. പക്ഷേ ഇന്നലെ മിനിയാന്നോ മറ്റോ ഞാനൊരു പെൺകുട്ടീൻ്റെ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പം നല്ല പിന്നെ സ്പോർട്സിലൊക്കെ സ്കൂൾ തലത്തിലും അത് കഴിഞ്ഞ് സംസ്ഥാന തലത്തിലും ഒക്കെ സമ്മാനങ്ങൾ വാങ്ങിയ ആ കുട്ടിക്ക് ഒരു ഇൻ്റർനാഷണൽ തലത്തിലുള്ള ഒരു മത്സരത്തിന് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും കൂടെയുള്ള കോച്ച് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പകരം ഒരാൾ പോയി. അയാൾ ആ കുട്ടിയെ ട്രെയിനിൽ വെച്ച് അവളെ പിന്നെ ടച്ച് ചെയ്തതാണ് അപ്പോൾ പെട്ടെന്ന്, അതായത് അവളുടെ ശരീരഭാഗത്ത് പിടിച്ചമർത്തുകയും പെട്ടെന്ന് ആരോ വന്നപ്പോൾ അയാൾ മാറിപ്പോവുകയും ചെയ്തു. പക്ഷേ ആ കുട്ടി അന്ന് മുതൽ ഭയത്തിലായിരുന്നു. അവൾക്ക് പിന്നീട് അവൾ പോയ മീറ്റിൽ അവൾക്ക് പങ്കെടുത്തു. പക്ഷെ അവൾ പരാജയപ്പെട്ടു. കാരണം അവളുടെ മാനസിക നില തകരാറിലായിപ്പോയി. ഒറ്റൊരു സ്പർശനം മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷേ അതവളെ പൂർണ്ണമായി തകർക്കുകയും പിന്നീട് അവൾക്ക് മുന്നോട്ട് പഠിക്കാനോ പിന്നെ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്പോർട്സിൽ അവൾക്ക് എന്തെങ്കിലും നേടാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലേക്ക് പിന്നീട് വിവാഹം കഴിയുന്നു. പക്ഷെ വിവാഹ ജീവിതത്തിൽ പോലും അവൾക്ക് ഭർത്താവിനെ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി ആ സ്ത്രീയുടെ ജീവിതം തന്നെ തകർന്നു പോയവർ. അങ്ങനെ എത്രയോ, ഒരു കേസ് മാത്രമല്ല, എത്രയോ കേസുകൾ, എത്രയോ ലക്ഷക്കണക്കിന് കേസുകൾ
നിരന്തരം ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ കേരളത്തിൽ മാത്രമാണ് 18 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ വിവാഹം കഴിക്കുന്നത്. യൂണിസെഫിൻ്റെ ഒരു കണക്ക് പ്രകാരം 243 മില്യൺ കുട്ടികളാണ് ഇന്ത്യയിൽ ശൈശവ വിവാഹത്തിൽ എത്തിപ്പെടുന്നത്. അത്രയും ഭീകരമായ അവസ്ഥ. കേരളം ഒഴികെ അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ ഒഴികെയുള്ള നോർത്ത് ഇന്ത്യയിലത്തെ കാര്യം മാത്രമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും കുട്ടികൾ 15 വയസ്സിൽ താഴെയാണ് ശൈശവം എന്ന് പറയുന്നത്. 17 വയസ്സ് പോലും അല്ല, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇത്രയും വലിയ ഒരു സംഖ്യ ശൈശവ വിവാഹത്തിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അവിടെയൊക്കെ നിരന്തരം ബലാത്സംഗങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഥകൾ ഓരോരുത്തരുടെ ജീവിതങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തികച്ചും പൊള്ളിപ്പോകുന്ന അനുഭവം തന്നെയാണ് നമുക്ക് ഓരോ ദിവസവും കാണാനും കേൾക്കാനും ഒക്കെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ മാറ്റം. ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പുരുഷന്മാരായത് നമ്മുടെ കാര്യം. പലപ്പോഴും ഞാനും ചിന്തിച്ച ഒരു കാര്യമാണ്, നമ്മൾ ഈ ലിംഗസമത്വം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ക്ലാസ് വെച്ച് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ജെൻഡർ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമില്ല എന്തോ സംഭവമാണെന്നില്ലേ. അപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കുറച്ച് പുരുഷന്മാരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ മക്കളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് തിരുത്തുമായിരുന്നു. അപ്പോൾ നല്ല ഒരു യുവതലമുറ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്രൈംസ് ഒക്കെ കുറക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ? സോയ, നമ്മളിപ്പം സോഷ്യൽ മീഡിയ വളരെ സജീവമായി ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പം ഒരു പോസ്റ്റിൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു സ്ത്രീ എഴുതിയിടുമ്പോൾ അതിന് ലഭിക്കുന്ന കമൻസും ഒരു പുരുഷൻ അത് എഴുതിയിടുമ്പോൾ ലഭിക്കുന്ന കമൻസും, അല്ലെങ്കിൽ ഒരു ക്യൂർ വിഭാഗത്തിന് റെപ്രസെൻ്റ് ചെയ്ത് എന്തെങ്കിലും എഴുതിയിടുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിലോ അല്ലെങ്കിൽ ക്യൂർ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ പുരുഷൻ എന്ന രീതിയിലോ ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു ലിംഗസമത്വത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഇതിൽ പോലും വളരെ മോശമായ കമൻസ് ഒരു സ്ത്രീ ശരീരത്തെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ഒരു സ്ത്രീ കമൻറ്റിട്ട് നമ്മുടെ നമ്മൾ ഐഡിയോളജി എന്നതിന് പകരം ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു ചിന്ത സമൂഹത്തിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു സോഷ്യൽ മീഡിയയിൽ സ്ത്രീ സ്വാതന്ത്ര്യം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ, ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു 2016 ഞാൻ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്ത്രീകളെ മാത്രം തെറി പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന കമൻറ്റുകൾ ഇപ്പോൾ പുരുഷന്മാരെ നല്ലപോലെ തെറി പറയുന്നുണ്ട്. അതൊരു വലിയ വ്യത്യാസമാണ്. ഇപ്പോൾ ഈ അടുത്തിടെ ഒരു ഉസ്താദ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കക്കൂസി പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ മലക്ക് എഴുതുമെന്ന് പറഞ്ഞു. മലക്ക് സ്വർഗത്തിൽ പോയിട്ട് എഴുതി കൊടുക്കും, നമ്മൾ കക്കൂസി പോയിരുന്ന് പാട്ടുപാടി നമ്മൾ അതും ഇതും ചെയ്തു, നമ്മൾ മൂളിപ്പാട്ട് പാടി എന്നൊക്കെ പോകും. അപ്പം ഞാൻ അതിൻ്റെ പോസ്റ്റിന് ഒരു കമൻറ്റ് വെറുതെ എഴുതി, വടക്കേലെ സുഹ്റാബി 14-ാം രാവുദിച്ചത് മാനത്തോ എന്ന് പാട്ടുപാടി എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ അപ്പം സോയ KM എന്ന പേര് കണ്ടപ്പോൾ ഇവർക്ക് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന് പേരറിയാം. രാമനെ തെറി, യേശുവിനെ തെറി, സകലമാന ആൾക്കാരെ തെറിയോട് തെറി. ഇവർക്ക് ഏത് ജാതിയാണ് എൻ്റെ പേര് കേട്ടിട്ട് ഇവർക്ക് മനസ്സിലായില്ല. ഇവർക്ക് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന് മനസ്സിലായില്ല. രാമനെയൊക്കെ ചുമ്മാ തെറി പറയുക. അപ്പോൾ ഒന്ന് മനസ്സിലായത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്ത്രീ പുരുഷ ഭേദം കുറേ മാറിയിട്ടുണ്ട്. തെറി പറയുന്നതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് എനിക്ക് തോന്നുന്നത് ഇനി പഴയതുപോലെ സ്ത്രീകളുടെ വാതിൽ മുട്ടാൻ ആളുകൾ ഭയപ്പെടും. എന്തായാലും ഭയപ്പെടേ. കുറേ സ്ത്രീകളെ തെറി പറഞ്ഞെന്ന് വെച്ചോ, നീയൊക്കെ കടന്നു കൊടുത്തിട്ടല്ലേടി, നീയൊക്കെ കടന്നു കൊടുത്തിട്ട് ഇപ്പം നിനക്കൊക്കെ നല്ല വേഷം കിട്ടി, നീയൊക്കെ സ്റ്റാറായപ്പം ചീത്ത പറയുമോ അല്ലേടി എന്ന് പറയുമെന്ന് വെച്ചോ. എങ്കിൽ പോലും മുട്ടാൻ ഇനി ഭയപ്പെടുമല്ലോ, കുറച്ച് ഭയപ്പെടില്ലേ? അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങൾ എന്തായാലും ഉണ്ട്, മാറ്റങ്ങളുണ്ട്. ഇപ്പം ഒന്നും ഇല്ലെങ്കിലും യുക്തിവാദികളുടെ ഇടയിലെങ്കിലും സ്ത്രീവിരുദ്ധത എന്താണെന്ന്
മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ത്രീവിരുദ്ധത എന്താണെന്ന് ഒരു കാലത്ത് അവർക്ക് അറിയില്ലായിരുന്നു. എന്താണ് സ്ത്രീവിരുദ്ധത എന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്ത്രീവിരുദ്ധത എന്താണെന്ന് ഇവർക്കൊക്കെ അറിയാം. സ്ത്രീകളെ കളിയായിക്കൊണ്ട് കുടുംബശ്രീ പെണ്ണുങ്ങൾ പിന്നെ പരദൂഷണം പറയുകയാണ്. കുടുംബശ്രീ പെണ്ണുങ്ങൾക്കൊക്കെ പരദൂഷണം പറയാൻ എവിടെ നേരം? അവർക്ക് വന്നിട്ട് കണക്ക് പറഞ്ഞ് ലോൺ എടുത്തതിൻ്റെ കണക്കും പറഞ്ഞ് അത് ഇതും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവിടെ വീട്ടിൽ ചെന്നിട്ട് ആടിന് തീറ്റ കൊടുക്കണം, വീട്ടിൽ അമ്മായിയപ്പ അമ്മായിയമ്മയുണ്ട്, കൊച്ചുങ്ങളെ കുളിപ്പിക്കണം, ആടിന് തീറ്റ കൊടുക്കണം, പശുവിന് പുല്ല് വേണം, ഇതിനൊക്കെ കഴിഞ്ഞിട്ട് ഓടണം. എവിടെ നുണ പറയാൻ എവിടെ കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് നേരം? അപ്പോൾ കുടുംബശ്രീ പെണ്ണുങ്ങൾ നുണ പറയാൻ ഇതൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നപ്പോൾ കുറേ സ്ത്രീകളെ തെറി പറഞ്ഞെന്നിരുന്നാലും ഇനി സ്ത്രീകളുടെ വാതിൽ മുട്ടാൻ പേടിക്കും, ഇനി കുറച്ച് പേടിക്കും. എന്തായാലും മാറ്റങ്ങൾ വരുന്നുണ്ട്. മറ്റേ ആരാ പറഞ്ഞത്, മാറ്റങ്ങൾ മാത്രമാണ് മാറ്റമില്ലാതെ തുടരുന്നതെന്ന് പറയുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടാവും. നല്ല മാറ്റങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർക്ക് ഇതിൽ കൂടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? അതെ അതെ, തീർച്ചയായും. ഈ മാര്യേജിൻ്റെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നേരത്തെയുള്ള വിവാഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇത്രയും നഷ്ടക്കച്ചവടമായിട്ടുള്ള മാര്യേജിന് എന്തിനാണ് പെൺകുട്ടികൾ പോകുന്നത് എന്ന് തന്നെ നമ്മൾക്ക് ചോദിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ വെച്ചാൽ നമ്മൾ പൊതുവേ സമൂഹത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളിരുന്ന് ഗ്രൂപ്പിലൊക്കെ ഇരുന്ന് പറയുന്ന ഡിസ്കഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അതിപ്പോൾ ആരാന്ന് അറിയാതെ പറയാമെന്നുള്ളതുകൊണ്ട് എന്തും പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഈ മാര്യേജിലേക്ക് പോകുന്നതിന് മുമ്പ് പെൺകുട്ടികൾ ചെയ്യേണ്ടത് ജോലി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായിരിക്കണം പ്രയോറിറ്റി, മുൻഗണന ജോലി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാര്യേജിനെ കുറിച്ച് ആലോചിക്കാം എന്ന് വിചാരിച്ചാൽ പ്രശ്നം മാറാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന് ഉറച്ച് പെൺകുട്ടികൾ നിൽക്കണം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്, കിടന്നു കൊടുത്തിട്ട് ഇപ്പോൾ വന്ന് പരാതി പറയുന്നു. കിടന്നു കൊടുത്തിട്ടല്ലേ? ആ വാക്ക് തന്നെ നോക്കൂ, കിടന്നു കൊടുത്തിട്ടല്ലേ എന്നുള്ളതെന്ന് വെച്ചാൽ അത്രയും പാസീവായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. വസ്തുവായിട്ട് കാണുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ഈ കിടന്നു കൊടുക്കാൻ പഠിപ്പിക്കുന്നത് എവിടെയാണ്? ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ കുഞ്ഞുനാളിൽ മുതൽ വളർത്തുന്നത് കിടന്നു കൊടുക്കാനാണ്. അതാണ് ഇപ്പോൾ രജനി പറഞ്ഞ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ കിടന്നു കൊടുക്കാൻ നമുക്കൊരു ലൈസൻസ് തരും. ആ ലൈസൻസ് ഉള്ള ആളിന് മാത്രം കിടന്നു കൊടുക്കാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ എവിടെ പോകുമ്പോഴും കിടന്നു കൊടുക്കാൻ മാത്രമാണ് പഠിച്ചിട്ടുള്ളെങ്കിൽ അതേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അതിന് പകരം എഴുന്നേറ്റ് നിൽക്കുകയും ചോദ്യം ചോദിക്കുകയും ആണുങ്ങളെ കിടത്തുകയും ചെയ്യാനുള്ള കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. രജനി, നമുക്ക് സോഷ്യൽ മീഡിയ ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ എന്തെങ്കിലും അതിനോട് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? സോഷ്യൽ മീഡിയ കമൻറ്റ് വായിച്ചെങ്കിൽ ബോധം പോകുന്ന അവസ്ഥ തന്നെയാണ്. ഇപ്പം കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കര കുറവായിട്ടൊന്നും തോന്നുന്നില്ല. ശരിക്കും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലപ്പോഴും ഉള്ള ഒരു മാനസികാവസ്ഥയിൽ മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ. എല്ലാ സമയവും നമുക്കത് വായിക്കാൻ പറ്റൂല. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഇത്രയും മനുഷ്യർക്ക് ഒരു തൊഴിലും ഇല്ലാതെ ഈ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലും ഇങ്ങനെ ഈ കമൻ്റ് ഇടൽ മാത്രമാണോ ഇവരുടെ തൊഴിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. അതായത് ഇപ്പം പാർവതി തിരുവോത്തിൻ്റെയൊക്കെ പോസ്റ്റിൻ്റെ താഴെ പോയി നോക്കുമ്പോൾ പാർവതീനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഒരു തരത്തിലുള്ള മോശം, ശരിക്കും അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം. നല്ല കാര്യങ്ങളെ കുറച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേരൊക്കെ തയ്യാറാകുന്നുണ്ട് എന്നുള്ള ഒരു നല്ല കാര്യമാണ്.
അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ കമൻറ്റിനെ കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. കാരണം പിന്നെ സ്ത്രീകൾ ഇപ്പോഴേ കുറച്ച് പുറം ലോകം കാണുന്നത് അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങൾ അറിയുന്ന ഉള്ളത് അല്ലെങ്കിൽ അവർ എഴുതുന്നത് വായിക്കുന്നത് ഒക്കെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം വന്നത് പിന്നെയാണ്. എഴുത്തുകാർ ഒരുപാട് സ്ത്രീകൾ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്നത് ഈ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. അതായത് നമ്മൾ എഴുതുന്നത് പിന്നെ ആരെങ്കിലും കാണിക്കാൻ കൊള്ളുമോ അല്ലെങ്കിൽ വായിക്കാൻ കൊള്ളുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും എല്ലാവരും എഴുതി കീറിച്ചാടി സ്വന്തം വീട്ടിലുള്ളവർ പോലും അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഒരവസ്ഥ സ്ത്രീകൾ എഴുതുന്നതിന്. ഈവൻ എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ പറയാം, വീട്ടിലുള്ള ഒരാളും ആദ്യകാലത്തൊന്നും ഞാൻ എഴുതുന്നതിന് എന്തോ എഴുതുന്നത് കാണാം അങ്ങനെ പറയുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലൂടെ കവിതകളോ എന്തെങ്കിലും ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആളുകൾ അതിൻ്റെ ചുവട്ടിൽ നല്ലുണ്ട്, ആ വരി നല്ലതാണ്, ഇന്ന വരി നല്ലതാണ് എന്നൊക്കെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട് ശരിക്കും കിട്ടിയത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് സ്ത്രീ ശാക്തീകരണം നടത്തിയ ഒരു സ്ഥലം തന്നെയാണ്. അതേസമയം ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് കമൻസ് അത് പിന്നെ നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊന്നും അത്ര പ്രശ്നമില്ല. കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ പോസ്റ്റിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ. പക്ഷേ ഇപ്പോൾ ഭാവന ഇതിനിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, ഞാൻ ഇത്തരത്തിലുള്ള കമൻറ്റുകളൊന്നും വായിക്കാറില്ല അല്ലെങ്കിൽ കേൾക്കാറില്ല, അറിയാറില്ല. ഓക്കെ, അതാണ് ഏറ്റവും നല്ല ഒരു മനസമാധാനം എന്ന് പറയുന്നത്. അതാണ് ഇത്തരത്തിലുള്ള മേഖലയിലുള്ളവർക്ക്. അല്ലെങ്കിൽ അവർ ഒരിക്കലും അഭിനയിക്കുകയും ചെയ്യില്ല. ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അവർ പണ്ടേ ആത്മഹത്യ ചെയ്യാനായി ഓരോ കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു അവരൊന്നും ഈ കമൻറ്റുകൾ വായിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ അതിനോട് കൂട്ടിച്ചേർത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. പലപ്പോഴും പല സ്ത്രീ എഴുത്തുകാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു സെക്സിനെ കുറിച്ച് അവർ എഴുതുവാണെങ്കിൽ പുരുഷന്മാരാണ് അത് എഴുതിയതെങ്കിൽ കുഴപ്പമില്ല, ഒരു സ്ത്രീയാണ് അത് എഴുതിയതെങ്കിൽ സമൂഹം അവളെ തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത്. അത് എത്രത്തോളം ശരിയാണ്? അത് സത്യമാണ്. സ്ത്രീ എഴുത്തുകാർ എഴുതി കഴിഞ്ഞാൽ, ഇപ്പം KR മേരിയെ പോലെയുള്ള എഴുത്തുകാരൊക്കെ എഴുതി കഴിഞ്ഞാൽ അത്ര പ്രശ്നമില്ല. കാരണം അവരൊക്കെ ഇരുത്തം വന്ന എഴുത്തുകാരി എന്നുള്ള, അല്ലാതെ ഒരു സാധാരണ എഴുത്തുകാർ ഒരിക്കലും ഇത്തരത്തിൽ സെക്സിനെ കുറിച്ചോ എന്തിനെക്കുറിച്ചോ എങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് എനിക്ക് തോന്നുന്നത് അതിൽ വരുന്ന നമ്മൾ സ്വീകരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. നമ്മൾ കുറച്ച് അരിച്ചെടുത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത്രയും അങ്ങനെ വലിയ മോശം കമൻ്റ് ഒന്നും വരില്ല. കാരണം നമ്മൾ ഏത് തരത്തിലുള്ള ആളുകളെയാണോ നമ്മളെ ഫ്രണ്ട്സായി സ്വീകരിക്കുന്നത് അതിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരിക എന്നാണ് തോന്നുന്നത്. എനിക്കൊന്നും അത്തരത്തിലുള്ള ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അതിപ്പം മറ്റേ ജോമോള് പറഞ്ഞ പോലെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ബാക്കിയാർക്കും പ്രശ്നമില്ല, അങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പലരും അങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ അവരെന്തെങ്കിലും സെക്സ് റിലേറ്റഡ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഉണ്ടാവുന്നതുമുണ്ട്. പിന്നെ ഈ പറയുന്ന നേരത്തെ സോയ പറഞ്ഞതുപോലെ ഭയം, അത് നല്ലോണം ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള പോസ്റ്റൊന്നും ഇടാൻ സത്യം പറഞ്ഞാൽ ഇതുവരെയും ധൈര്യം കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഭർത്താവ്, ആങ്ങള ഇവരൊക്കെ വന്ന് നീ എന്തിനാ അങ്ങനെ പോസ്റ്റ് ഇട്ട്, നീ പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് മതിയാക്കിക്കോ എന്ന് പറയും എന്നുള്ള. കാരണം ഒരു കുടുംബമാണല്ലോ, അപ്പോൾ മനസ്സമാധാനമാണല്ലോ ഏറ്റവും വലുത് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള തുറന്ന് പറയാനുള്ള പല കാര്യങ്ങളും തുറന്ന് പറയാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. വളരെ വിശാലമായൊരു വിഷയമാണിത്. ഒരു മണിക്കൂർ ചർച്ചയിൽ നമുക്ക് ഒതുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ്. ചെറിയ മേഖലകൾ മാത്രമായിരിക്കും നമുക്ക് ചിലപ്പോൾ സ്പർശിക്കാൻ പറ്റിയിട്ടുണ്ടാവുക. എന്നാൽ നമുക്കതിന് ശേഷം ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസും എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഒരു വൈൻഡ് അപ്പ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ നമ്മളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ ഒരു തുല്യത കൈവരിക്കുന്നതിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായി പോകാൻ പറ്റുമെന്ന് അഭിപ്രായമുണ്ടോ? സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് കാലം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആരാണ് പഠിപ്പിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വലിയ ക്വസ്റ്റ്യൻ. സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് പഠിപ്പിക്കണമെങ്കിൽ ആദ്യം ടീച്ചേഴ്സ് പഠിക്കണം, പേരൻസ് പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പേരൻസ് പഠിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കാനാണ് പറ്റുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചെങ്കിലും. വെച്ചാൽ ഇത് ഓപ്പണായിട്ട് ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സെക്സ് എഡ്യൂക്കേഷൻ കേരള എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിലൊക്കെ ഉള്ളൊരു കാര്യം നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പാസീവായിട്ടാണെങ്കിലും
കിടന്നു കൊടുക്കുകയാണെങ്കിലും അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആണുങ്ങൾക്ക് നെഗറ്റീവായിട്ട് പോർണോഗ്രഫിയിൽ നിന്നും അല്ലെങ്കിൽ വല്ലവരും പറഞ്ഞു കേട്ടതൊക്കെ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ എഡ്യൂക്കേഷൻ്റെ മെത്തഡോളജിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട്, പിന്നെ അതിൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന സെക്സ് ആക്ടിനെ കുറിച്ചുള്ളതാണെന്നാണ്. അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് ജെൻഡർ, ഈ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാളിറ്റി വരും, പിന്നെ ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കൺസെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മൊത്തം ഈക്വാളിറ്റിയൊക്കെ, ഒരുപാട് വയലൻസ്, എങ്ങനെയാണ് ഈ വയലൻസ് ഉണ്ടാകുന്നത്. പല റിലേഷനും ടോക്സിക് റിലേഷൻ ആകുന്നുണ്ട്. ആ ടോക്സിക് ആകുന്നത് തന്നെ ഇതുകൊണ്ടാണ്. മറ്റേ ആളിനെ മനസ്സിലാക്കാതെ ഇതിങ്ങനെ ഇങ്ങോട്ട് കിട്ടാനുള്ള, സ്ത്രീകളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ള എന്തോ സ്നേഹമാണെന്നുള്ള തരത്തിലാണ് ടോക്സിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ മസ്കുലിനിറ്റി, ഫെമിനിനിറ്റി, ജെൻഡർ ഡൈവേഴ്സിറ്റി, ഇതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണമെങ്കിൽ എല്ലാവരും ആദ്യം പഠിക്കണം, ഒരുമിച്ച് പഠിക്കണം. ഇപ്പോൾ ഒരുമിച്ച് പഠിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ആരാണ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യനാണ്. നമ്മൾ പഠിച്ചിട്ട് ഒരുമിച്ച് പഠിക്കുക. ഇപ്പോൾ ഇവിടെ ഈ വിഷയം വലിയ താല്പര്യമില്ലാതെ കേൾക്കുന്നവരുടെ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ പെടും. എന്തെങ്കിലുമൊക്കെ പെട്ടിട്ട് അതവിടെ കിടന്ന് മുളയ്ക്കും. അത് നമുക്ക് ഉറപ്പാണ്. നമ്മൾ എറിയുന്ന വിത്തുകൾ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് മുളച്ചത് കൊണ്ടാണ് ഇത്രയും കാലങ്ങളൊക്കെ മാറ്റിയത്. നമ്മൾ വെറുതെ എറിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അസ്വസ്ഥരായിട്ടിരിക്കുന്നുണ്ടാവും ഇവിടെ. ഇത് കേൾക്കാൻ താല്പര്യമില്ലാതെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ 75% ആൾക്കാരും ഇത് കേൾക്കാൻ അത്ര താല്പര്യമില്ലാതെ ഇരിക്കുന്നവരാൾക്കാരായിരിക്കും. പക്ഷെ അവരുടെ ചെവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ പെടുന്ന അത് അവിടെ കിടന്ന് മുളച്ച് എപ്പോഴെങ്കിലൊക്കെ വിത്തുകളായി വളർന്ന് അത് പന്തലിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം അപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആരും കേൾക്കുന്നില്ലെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് ഒരു പ്രതിവിധിയുള്ളൂ. എന്നെങ്കിലും ഇത് വളർന്നു പന്തലിച്ച് കായ് തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ചർച്ച. സമയപരിമിതിയുണ്ട്. ഒരു സിംഗിൾ സെൻറ്റൻസിൽ എങ്ങനെ ഇതിൻ്റെ നമ്മൾ ശൈശവ വിവാഹങ്ങളെക്കുറിച്ചും ഭ്രൂണഹത്യകളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീ അരുൺ എഴുത്തച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മതപ്പാടുകൾ എന്നുള്ള പുസ്തകത്തിൽ ഒരു ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ജനിക്കുന്നതിന് മുമ്പേ തന്നെ പറ്റുമെങ്കിൽ കൊല്ലും, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ആൺകുട്ടികളെ കൊല്ലുന്ന ഒരു ഗ്രാമം. കാരണം അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ സ്ത്രീകൾ ആണ് അവിടുത്തെ ബ്രെഡ് വിന്നേഴ്സ്. എന്തുകൊണ്ട് അവർ വേശ്യകളായി വളർത്തപ്പെടുന്ന പെൺകുട്ടികളുടെ ഒരു സമൂഹം. അപ്പോൾ ആൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളെ പോറ്റേണ്ടത് പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ വേശ്യ ജോലി ചെയ്തിട്ട് വേണം ആൺകുട്ടികളെ പോറ്റാൻ. അതുകൊണ്ട് അമ്മയും അച്ഛനും ആൺകുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കൊല്ലും. അപ്പോൾ സ്ത്രീകൾ മാത്രം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹമല്ല നമുക്കുള്ളത്. അതുപോലെ തന്നെ പുരുഷന്മാരും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെയാണ്. സാമ്പത്തികമായ ഒരു അടിത്തറയില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ഉന്നതി ഇല്ലാത്തത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ബേസ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ, ഇപ്പോഴത്തെ കേരളത്തിലെ കുട്ടികളെക്കുറിച്ചൊക്കെ ശരിക്കും നോക്കുമ്പം നല്ല അഭിമാനം തന്നെയുണ്ട്. കാരണം അവർ ജോലി എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പെൺകുട്ടികൾ വിവാഹമല്ല തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അവർ എവിടെ പോയിട്ടായാലും പഠിച്ച് ജോലി നേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഭാവിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളില്ലാത്തൊരു സമൂഹം. അതേപോലെ നേരത്തെ ഇവർ പറഞ്ഞ പോലെ മതത്തിനെ നിരാകരിക്കുന്ന കുട്ടികൾ. ഈവൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ എന്താ നിങ്ങൾ മദ്രസയിൽ പോയില്ലേന്ന് ചോദിക്കുമ്പോൾ, ടീച്ചറെ അതല്ല വീട്ടിൽ നിന്ന് നിർബന്ധിക്കുന്നതുകൊണ്ട് പോകുന്നതല്ലേ, ശരിക്കും നമുക്ക് പോകാൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന കുട്ടികൾ വളരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു തലമുറ ഇനി ഉണ്ടാവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ത്യ ഒരുപാട് പിന്നിലാണ്. ഇന്ത്യയെ നമുക്ക് അത്ര പ്രതീക്ഷയോടെ ഏത് കാലത്ത് നോക്കാൻ പറ്റും എന്ന് അറിയില്ല. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ചർച്ചകളും വർത്തമാനങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ സോയ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലുമൊക്കെ ചെവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തുകയും അവരത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മെനക്കെട്ടിട്ടായാൽ പോലും ഇത്രയും ദൂരത്തായാൽ പോലും എത്തിയിട്ട് ഇതുപോലെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. നന്ദി, സന്തോഷം. നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോൾ സമയപരിമിതികൾ ഉണ്ടെങ്കിലും ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ബ്രീഫായി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ
നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമുണ്ടോ? കൺസെന്റ് വേണം, കൺസെന്റോടുകൂടി ചെയ്യണം, അത്രേ ഉള്ളൂ. കൺസെന്റ് എന്ന് പറയുമ്പോൾ കൺസെന്റ് ഉള്ളതാണോ ചോദിച്ചത്? അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. പിന്നെ പക്ഷെ അതൊരു പണിയാണ് കേട്ടോ, അതെനിക്ക് പറയേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ മൈത്രേൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ അല്ലെ ഞങ്ങളീ പറയുന്നതൊക്കെ കേട്ടിട്ട് ചില ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ഈ ഫ്രീ സെക്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ടിരിക്കുന്നതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കൽ ഒരാൾ വിളിച്ചു ഇങ്ങനെ, വളരെ പ്രായം കുറഞ്ഞ ഒരാൾ. അപ്പം ഞാനിത് പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് ഭയങ്കര വർക്കാണ്, ഇത് എളുപ്പമുള്ളൊരു കാര്യമല്ല. എളുപ്പമാവുന്ന എപ്പോഴാണ് ഒരാൾ ഇങ്ങനെ പാസീവായിട്ട് ഇങ്ങനെയുള്ള ഒരു എന്താ ഇതിന് പറയുക, പെണ്ണുങ്ങളെ ഇങ്ങനെ പാസീവാക്കി വെച്ചാൽ മാത്രമേ ഇത് എളുപ്പം നടക്കുകയുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്. ലവ് ഈസ് ലേബർ എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ രണ്ട് പേര് ഈക്വലായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ആദ്യം ഉണ്ടാക്കാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ അത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. അപ്പം എല്ലാവരും സിറ്റിസൺസ് ആകുന്ന സമയത്ത് സ്ത്രീകളും എല്ലാ ജെൻഡറിലുള്ളവരും ആണുങ്ങളും എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയോടുകൂടി ഒരു സിറ്റിസൺ ആകുന്ന സമയത്ത് അങ്ങനെ എളുപ്പത്തിൽ നടക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ മാറ്റണമെന്ന് പറയുമ്പോഴും ഇപ്പോൾ ഇതാണ് എല്ലാം പെണ്ണുങ്ങളിങ്ങനെ സ്നേഹിച്ചോളണമെന്നാണ്. ടോക്സിക് റിലേഷനിലൊക്കെ എങ്ങനെയാണ് വരുന്നത്, പെണ്ണുങ്ങളിങ്ങനെ എല്ലാം കൊടുത്തോളണം, സ്നേഹം വൺ സൈഡഡാണ്. അതേസമയം നമുക്ക് ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പെൺകുട്ടികൾ നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ആവശ്യമില്ല എന്നുള്ളൊരു നിന്നാൽ നല്ലവണ്ണം പണിയെടുക്കണം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. അത്രേ ഉള്ളൂ. ഞാൻ അജിത്ത് കോവോട്. എനിക്ക് പറയാനുള്ളത്, ഈ ശരിക്കും ഈ സ്വാതന്ത്ര്യബോധം ഈ കുട്ടികൾക്ക് അത് കുടുംബത്തിൽ നിന്നും പകർന്നു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ എത്ര പാരൻസിന്, എത്ര മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളെ യാതൊരു ഭയവുമില്ലാതെ പുറത്തേക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും തെല്ലടി ഒന്നും ആലോചിക്കാതെ ഉണ്ട്, മോളെ നീ ഒന്ന് അവിടെ പോയിട്ട് വന്നു, ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല, നീ പോയിട്ട് വന്നു, ധൈര്യസമേതം അയക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമോ? ഒരു സങ്കോചം മനസ്സിലുണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഈ മക്കൾക്കുള്ള ഒരു ഫ്രീഡം ഏത് രീതിയിൽ നമ്മൾ അവർക്ക് അത് സ്വായത്തമാക്കി കൊടുക്കും. ചോദ്യങ്ങൾ ചോദിക്കുക, നമ്മൾ അവതരണത്തിൻ്റെ രീതിയിലേക്ക് പോകരുത് ദയവായിട്ട്. കൂടുതൽ സമയമില്ല, നമുക്ക് ഏകദേശം സമയം കഴിഞ്ഞിരിക്കുന്നു. സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ പെൺകുട്ടികളെ വളരെ ചെറുപ്പം മുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. ഇനിയുള്ള സമൂഹത്തിൽ അങ്ങനെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റിൻ്റെയും അതിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട് ഏറ്റവും ചെറിയ കുട്ടികൾ പോലും പല വിധത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തെറ്റായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പെൺകുട്ടികൾക്ക് നല്ലോണം കഷ്ടപ്പാടുണ്ട് ഇനിയുള്ളൊരു സമൂഹത്തിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ ആവശ്യമുള്ള സെൽഫ് ഡിഫെൻസോ അല്ലെങ്കിൽ മാർഷൽ ആർട്സോ ഒക്കെ പഠിപ്പിച്ച് അതുപോലെ അവരെ ബോൾഡാക്കി വളർത്തേണ്ടത് ഇനിയുള്ള അച്ഛനമ്മമാരെ കടമയാണ്. അത് അവരങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ വെറുതെ ഇങ്ങനെയും ഒരു പെൺകുട്ടിയെ പണ്ടത്തെ കാലത്തെ പോലെ 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ വളർത്തുന്ന കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവളെ ഏറ്റവും ശാക്തീകരിച്ചിട്ട് മാത്രമേ അവളെ സമൂഹത്തിൽ ഇറക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാലഘട്ടം തന്നെയാണ് ഇനി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരൻസ് ശ്രദ്ധിക്കുക. അത്രേ ആ ഒരു കാര്യത്തിൽ പറയാൻ. എനിക്ക് പറയാനുള്ള കുറച്ച് വ്യത്യാസമാണ്. എന്നുവെച്ചാൽ നമ്മൾ ആരെയും പേടിക്കുന്നത്? നമ്മൾ പേടിക്കുന്നത് ഇതേ പുരുഷന്മാർ തന്നെയല്ലേ പുറത്തുള്ളത്, നമ്മളെപ്പോലുള്ളവരല്ലേ പുറത്തുള്ളത്. അതോ എവിടെയോ രാക്ഷസന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ട ആൺകുട്ടികളാണല്ലോ ഇത് ചെയ്യുന്നത്. അവരെയാണല്ലോ നമ്മൾ ഭയപ്പെടുന്നത്. അതാരാണ്? നമ്മൾ തന്നെയല്ലേ. അപ്പം നമ്മുടെ സമൂഹത്തെ മാറ്റുകയല്ലേ വേണ്ടത്. എന്ന് വെച്ചാൽ ഇത് കുട്ടികളുടെയും ജോലിയാണത്. അവരെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എത്ര കാലം? 18 വയസ്സ് വരെ ഓക്കെ, സംരക്ഷിക്കാം. അത് കഴിഞ്ഞ് നമ്മളുടെ ആങ്സൈറ്റി മാത്രമാണ്. അവരുടെയും കൂടെ ഉത്തരവാദിത്തമാണ് ലോകത്തെ മാറ്റുക. ഇപ്പം സ്ത്രീകൾ രാത്രി തിരിച്ചു പിടിക്കുക എന്നുള്ള സമരങ്ങൾ നടക്കും. എല്ലാ ദിവസവും രാത്രിയിൽ പെണ്ണുങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കട്ടെ, എന്താ പ്രശ്നം? എല്ലാവരും ഇറങ്ങി പുറത്ത് നടന്നാൽ എന്ത് പ്രശ്നം? പകൽ പോലെ രാത്രിയാക്കിക്കൂടിയേ നമുക്ക്? നമ്മളങ്ങനെ ആരിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക? കൂടുതൽ അബ്യൂസ് ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്ന് തന്നെയാണ്.
അല്ലാതെ പുറം ലോകത്ത് മാത്രം ഇരിക്കുന്നതല്ല. പുറം ലോകം നന്നാക്കാൻ എല്ലാവരും, കുട്ടികളും യുവാക്കളും എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കേണ്ട കാര്യമല്ല. പേരൻസ് കുട്ടികളെ ഇങ്ങനെ രക്ഷിച്ച് പൂട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല. സമയപരിമിതിയുണ്ട്, അപ്പോൾ നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്ത് പറഞ്ഞാലും ഒരു ലിംഗസമത്വം അല്ലെങ്കിൽ മനുഷ്യ സമത്വം എന്ന വാക്കായിരിക്കും കുറച്ചുകൂടി യോജിച്ചതെന്ന് തോന്നുന്നു. ആ ഒരു തരത്തിലേക്കുള്ള സമൂഹത്തിലേക്ക് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ. ആ മാറ്റം അനിവാര്യമാണ്, ആ മാറ്റം ഉണ്ടാവട്ടെ. ഇങ്ങനെയൊരു ചർച്ച സംഘടിപ്പിച്ച NRCയുടെ ഭാഗമായി ആദ്യമാണ് ഞാൻ ഒരു മോഡറേറ്റർ എന്ന രീതിയിലും അല്ലാതെയും ആദ്യമായാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് നിങ്ങൾക്കും അതുപോലെ തന്നെ പാനലിസ്റ്റുകളായി കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി.